ഒഴിഞ്ഞ കസേരയിലേക്ക് കയറി നിന്നാൽ ഒരു കസേര കാലിയായ വെറുതെ ഒരു 10 ഉറുപ്പ്യ കൊണ്ട് പോകും. ഒരു കസേരക്ക് 10 രൂപ ചുരുങ്ങിയത് വാടക കൊടുക്കേണ്ടി വരും. അത്ര രൂപ വാടക കൊടുക്കാതെ നമ്മൾ അതിൽ ഇരുന്ന് കിട്ടിയാൽ അൽഹംദുലില്ലാഹ് റാഹത്താവും. ഓരോ കസേരയിലും ഇങ്ങനെ കയറി ഇരുന്നോളി. പടച്ചോൻ അല്ലാഹു ബറക്കത്ത് ചെയ്യും. മുന്നിലോട്ട് വരുന്നവർക്ക് റഹ്മത്തിൻ്റെ വിഷയത്തിലും അവർ മുന്നിലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അല്ലാഹുവിൻ്റെ റഹ്മത്ത് മുന്നേ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയും നമ്മുടെ അഹ്ലുകാരും എല്ലാവരും അല്ലാഹു ചേർത്തി തരട്ടെ. ആമീൻ. മജ്ലിസിലേക്ക് പ്രവേശിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുപോലെ തന്നെ കടം കൊണ്ട് വിഷമിക്കുന്നവർ, വീടില്ലാത്തവർ, മക്കളില്ലാത്തവർ, കുടുംബത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉള്ളവർ, എല്ലാവരുടെ വിഷമങ്ങളും അല്ലാഹു നീക്കി തരട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും നിയ്യത്ത് വെച്ചോളൂ കേട്ടോ, നിയ്യത്ത് വെച്ചോളൂ. ഒന്ന് ബറാത്ത് രാവ്, അങ്ങനെ തന്നെ പറയണം. പടച്ചോനെ ബറാത്ത് രാവാണല്ലോ, തിങ്കളാഴ്ച രാവാണല്ലോ, ഈ മഹാന്റെ മുമ്പിലാണല്ലോ, ദിക്റ് ചൊല്ലുകയാണല്ലോ, എൻ്റെ വിഷമം നീ നീക്കി തരണം അല്ലാ എന്ന് പറഞ്ഞ നീ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ إلى حضرة شفيعنا وحبيبنا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഇനിയുള്ളത് ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാപിതാക്കന്മാര്, അവിടുത്തെ ഭാര്യമാര്, അവിടുത്തെ മക്കള്, പേരമക്കള് റളിയല്ലാഹു അൻഹും, അതുപോലെ തന്നെ അവിടുത്തെ സ്വഹാബത്ത്, വിശിഷ്യ മുഹാജിരിങ്ങളായ സ്വഹാബിമാർ, അൻസ്വാരികളായ സ്വഹാബിമാർ റളിയല്ലാഹു അൻഹും എല്ലാവരുടെയും തിരുഹളറത്തിലേക്ക്, അതുപോലെ തന്നെ അവിടുത്തെ ശുഹദാക്കന്മാർ, വിശിഷ്യ ബദർ ശുഹദാക്കന്മാർ റളിയല്ലാഹു അൻഹും എല്ലാവരുടെയും തിരുഹളറത്തിലേക്ക്. അൽ-ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇനിയുള്ളത് മഹാന്മാരായ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ,
മശായിഖന്മാർ ഇവരുടെ പേരിൽ ഫാത്തിഹ ഓതണം. വിശിഷ്യ ഔലിയാക്കന്മാരുടെ നേതാവ് മഹാനാകുന്ന ഗൗസുൽ ആലം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഇന്ത്യയുടെ സുൽത്താൻ അജ്മീർ ദർഗാ ഷരീഫിൽ അന്തി ഉറങ്ങുന്ന മഹാനാകുന്ന സുൽത്താനുൽ ഹിന്ദ് അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹുവിന്റെ ഹദറത്തിലേക്ക്, അതുപോലെ തന്നെ ഖാജ റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായ നിരവധി ആലിമീങ്ങളുടെ ഉസ്താദ്, നിരവധി മഹാന്മാരുടെ ഉസ്താദ് മഹാനാകുന്ന സയ്യിദ് ഉസ്മാനുൽ ഖാറൂനി റളിയല്ലാഹു അൻഹുവിന്റെ ഹദറത്തിലേക്ക്, അതുപോലെ തന്നെ ഖാജ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ സയ്യിദ് ഫഖറുദ്ദീൻ സർവാർ ഷരീഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദറത്തിലേക്ക്, അതുപോലെ തന്നെ ഖാജ തങ്ങളുടെ അളിയനായ സയ്യിദ് മാമുസ് സാഹിബ് സർവാർ ഷരീഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദറത്തിലേക്ക്, അതുപോലെ തന്നെ ഖാജ തങ്ങളുടെ അളിയന ഖാജ തങ്ങളുടെ ഖലീഫമാരായ കഞ്ചു ശക്കർ ഫരീദ് ഔലിയ റളിയല്ലാഹു അൻഹു, മഹാനാകുന്ന സയ്യിദ് ഖുത്ബുദ്ദീൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ മഹാന്മാരായ സയ്യിദ് ഷഹീദ് ഹുസൈൻ റളിയല്ലാഹു അൻഹു, സയ്യിദ് ശക്കർ ബാവ ഖദ്ദസല്ലാഹു തആല സിറഉൽ അസീസ്, അതുപോലെ തന്നെ ഖാജ തങ്ങളുടെ മാതാപിതാക്കന്മാര്, അവിടുത്തെ മശായിഖന്മാർ ഉസ്താദുമാര്, അവിടുത്തെ മുഹിബ്ബീങ്ങൾ മുരീദുമാർ ഖലീഫമാര്, അതുപോലെ തന്നെ ഖാജ തങ്ങളുടെ ജീവിതകാലത്തും അവിടുത്തെ വഫാത്തിന് ശേഷവും മാനവർകളെ സിയാറത്ത് ചെയ്ത ലക്ഷക്കണക്കായ സ്വാലിഹീങ്ങൾ ഖദ്ദസല്ലാഹു അസ്റാറഹും എല്ലാവരുടെയും തിരുഹദറത്തിലേക്ക് അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇനിയുള്ളത് മഹാന്മാരായ ഖുത്ബുസ്സമാൻ മമ്പറം സയ്യിദ് അലവി തങ്ങളും ഖദ്ദസല്ലാഹു തആല സിറഉൽ അസീസും, അതുപോലെ തന്നെ മമ്പറം ഞങ്ങളുടെ മശായിഖന്മാരും അവിടുത്തെ ഉസ്താദുമാരും അവിടുത്തെ മാതാപിതാക്കന്മാരും അവിടുത്തെ ഭാര്യമാർ മക്കള് പേരമക്കളും ഖദ്ദസല്ലാഹു അസ്റാറഹും, അതുപോലെ തന്നെ അവിടുത്തെ മുഹിബ്ബീങ്ങൾ മുരീദുമാർ ഖലീഫമാരും, അതുപോലെ തന്നെ മമ്പറം ഞങ്ങളുടെ ജീവിതകാലത്തും അവിടുത്തെ വഫാത്തിന് ശേഷവും മാനവர்களை സിയാറത്ത് ചെയ്ത ആയിരക്കണക്കായ സ്വാലിഹീങ്ങളും ഖദ്ദസല്ലാഹു അസ്റാറഹും, അതുപോലെ തന്നെ ഉള്ളാളം ദർഗാ ഷരീഫിൽ അന്തി ഉറങ്ങുന്ന മഹാനാകുന്ന സയ്യിദ് മദനി തങ്ങളും ഖദ്ദസല്ലാഹു തആല സിറഉൽ അസീസും, അതുപോലെ തന്നെ സയ്യിദ് മദനി തങ്ങളുടെ ചാരത്തന്തി ഉറങ്ങുന്ന നിരവധി മഹാന്മാർ മഗദിമാർ ഖദ്ദസല്ലാഹു അസ്റാറഹും, അതുപോലെ തന്നെ നമ്മുടെ ഈ ചാരത്ത് നമ്മൾ ഈ വിശുദ്ധമായ പള്ളിയുടെ പരിസരത്ത് അന്തി ഉറങ്ങുന്ന നിരവധി മഹാന്മാർ സിയാറത്ത് ചെയ്ത ശംസുൽ ഉലമാ തങ്ങൾ സിയാറത്ത് ചെയ്ത നിരവധി മഹാന്മാരായ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ സിയാറത്ത് ചെയ്ത ഈ വിശുദ്ധമായ മഖ്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ തിരുഹദറത്തിലേക്ക്, അതുപോലെ തന്നെ മഹാനവറുകളുടെ മാതാപിതാക്കന്മാര് അവിടുത്തെ മശായിഖന്മാർ ഉസ്താദുമാര് അവിടുത്തെ മുഹിബ്ബീങ്ങൾ മുരീദുമാർ ഖലീഫമാര് എല്ലാവരുടെയും തിരുഹദറത്തിലേക്ക്, അതുപോലെ തന്നെ വായക്കാട്ടിൻ്റെ മണ്ണിൽ അന്തി ഉറങ്ങുന്ന ജീവിതത്തിൽ ഒരു ഖറാത്ത് പോലും ചെയ്യാതെ ജീവിച്ചു മൺമറഞ്ഞുപോയ ഉസ്താദുൽ അസാത്തിദ് ശൈഖുനാ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു തആല സിറഉൽ അസീസും, അതുപോലെ തന്നെ കണ്ണിയത്ത് ഉസ്താദിന്റെ ചാരത്ത് അന്തി ഉറങ്ങുന്ന നിരവധി മഹാന്മാർ മഗദിമാർ ഖദ്ദസല്ലാഹു അസ്റാറഹും, അതുപോലെ തന്നെ കോഴിക്കോട് ഇടിയങ്ങര ശൈഖ് പള്ളിയിൽ മറവിട്ട് കിടക്കുന്ന മഹാനാകുന്ന ഇടിയങ്ങര ശൈഖ് ഖദ്ദസല്ലാഹു തആല സിറഉൽ അസീസും, അതുപോലെ തന്നെ വരക്കൽ മഖാമിൽ അന്തി ഉറങ്ങുന്ന മഹാന്മാരായ വരക്കൽ തങ്ങന്മാര് ഖദ്ദസല്ലാഹു അസ്റാറഹും, അതുപോലെ തന്നെ വരക്കൽ തങ്ങന്മാരുടെ ചാരത്ത് അന്തി ഉറങ്ങുന്ന നിരവധി മഹാന്മാർ മഗദിമാർ, വിശിഷ്യ മഹാനാകുന്ന ഉസ്താദുൽ അസാത്തിദ് ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു തആല സിറഉൽ അസീസും, അതുപോലെ തന്നെ മഹാന്മാരായ സയ്യിദ് പാപ്പക്കോയ തങ്ങളെ ദുറൂസിക്കുമ്പോൾ ഖദ്ദസല്ലാഹു തആല സിറഉൽ അസീസും, അവരുടെ മകനായ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളെ
ദുറൂസിക്കുമ്പോൾ ഖദ്ദസല്ലാഹു തആല സിറൗൽ അസീസ്, അതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗത്തിലും അന്തി ഉറങ്ങുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഖദ്ദസല്ലാഹു അസ്റാറഹും, അതുപോലെ തന്നെ ഞങ്ങൾ നമ്മുടെ മഹാനായ ഉസ്താദ് തങ്ങൾ ഉസ്താദിന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാ മഹാന്മാരായ സയ്യിദന്മാരുടെയും തിരുഹദറത്തിലേക്ക് ഖദ്ദസല്ലാഹു അസ്റാറഹും, അതുപോലെ തന്നെ മടവൂർ ദർഗാ ശരീഫിൽ അന്തി ഉറങ്ങുന്ന ഖുത്ബുൽ ആലം ശൈഖുനാ സയ്യിദ് വലിയുല്ലാഹി ഖദ്ദസല്ലാഹു തആല സിറൗൽ അസീസ്, അതുപോലെ തന്നെ സയ്യിദ് വലിയുല്ലാഹി തങ്ങളുടെ മാതാപിതാക്കന്മാര്, അവിടുത്തെ മശായിഖന്മാർ, ഉസ്താദുമാര്, അവിടുത്തെ മുഹിബ്ബീങ്ങളും മുരീദുമാർ, ഖലീഫമാര്, എല്ലാവരുടെയും തിരുഹദറത്തിലേക്ക്, അതുപോലെ തന്നെ മഹാന്മാരായ ശൈഖുനാ പന്മള ഫരീദ് ഉസ്താദ്, ശൈഖുനാ കാണമ്പാടി ഉസ്താദ്, ശൈഖുനാ എ.പി. കുമരമ്പത്തൂർ ഉസ്താദ്, ശൈഖുനാ രമംഗലം ഉസ്താദ് ഖദ്ദസല്ലാഹു അസ്റാറഹും, അതുപോലെ തന്നെ നമ്മുടെ മദ്രസകളിലും വിശുദ്ധമായ ദർസുകളിലെ കോളേജുകളിലും വിശുദ്ധമായ വഅളിന്റെ സദസ്സുകളിലും നമുക്ക് ഇൽമ പഠിപ്പിച്ചിരുന്ന ഉസ്താദുമാരിൽ നിന്ന് പലരും ഇന്നാരുടെ മണ്ണിലാണല്ലോ. എല്ലാവരുടെയും തിരുഹദറത്തിലേക്ക്, അതുപോലെ തന്നെ നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ വല്യമ്മമാര്, വല്യപ്പമാര്, നമ്മുടെ ഉപ്പമാരുമ്മമാര്, നമ്മുടെ ജേഷ്ഠാനുജന്മാര്, കുടുംബങ്ങൾ, ബന്ധുക്കൾ, നാട്ടുകാര്, മഹല്ലത്തുകാര്, അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും മഹല്ല് ജുമുഅത്ത് പള്ളിയുടെ ഖബർസ്ഥാനിൽ മറവിട്ട് കിടക്കുന്ന ആയിരക്കണക്കായ മുത്തുമുഅ്മിനീങ്ങളും എല്ലാവരുടെയും തിരുഹദറത്തിലേക്ക് അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇനി എൻ്റെ മുത്തുമിനികളെ, ഹബീബാ നബി തങ്ങളോട് സലാം പറയുകയാണ്. ഞാൻ ചൊല്ലിത്തരാം, നിങ്ങളെല്ലാവരും എന്നെ ചൊല്ലിക്കോളും. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. الصلاة والسلام عليك يا خليل الله. الصلاة والسلام عليك يا خليل الله. الصلاة والسلام عليك يا صفي الله. الصلاة والسلام عليك يا صفي الله. الصلاة والسلام عليك يا نبي الله. الصلاة والسلام عليك يا نبي الله. الصلاة والسلام عليك يا خير خلق الله. الصلاة والسلام عليك يا خير خلق الله. الصلاة والسلام عليك يا من اختاره الله. الصلاة والسلام عليك يا من اختاره الله. الصلاة والسلام عليك يا من أرسله الله. الصلاة والسلام عليك يا من أرسله الله. الصلاة والسلام عليك يا من زينه الله. الصلاة والسلام عليك يا من زينه الله. الصلاة والسلام عليك يا من شرفه الله. الصلاة والسلام عليك يا من شرفه الله. الصلاة والسلام عليك يا من كرمه الله. الصلاة والسلام عليك يا من كرمه الله. الصلاة والسلام عليك يا من علمه الله. الصلاة والسلام عليك يا من علمه الله. الصلاة والسلام عليك يا سيد المرسلين. الصلاة والسلام عليك يا سيد المرسلين. الصلاة والسلام عليك يا إمام المتقين. الصلاة والسلام عليك يا إمام المتقين. الصلاة والسلام عليك يا شفيع المذنبين. الصلاة والسلام عليك يا شفيع المذنبين. الصلاة والسلام عليك يا رحمة للعالمين. الصلاة والسلام عليك يا رحمة للعالمين. الصلاة والسلام عليك يا رسول رب العالمين. الصلاة والسلام عليك يا رسول رب العالمين.
محمد أشرف الأعراب والعجم محمد خير من يمشي على قدمي محمد باسط المعروف جامعه محمد صاحب الإحسان والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد تاج رسول الله قاطبة محمد صادق الأفعال والكرم محمد ثابت الميثاق حافظه محمد طيب الأخلاق والشيم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد رويات بالنور طينته محمد لم يزل نورا من القدم محمد حاكم بالعدل ذو الشرف محمد معدن الإنعام والحكم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد خير خلق الله من مضرى محمد خير رسول لله كلهم محمد دينه حق ندين به محمد محمل حقا على علمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد ذكره روح لأنفسنا محمد شكره فرض على الأمم محمد زينة الدنيا وبهجتها محمد كاشف الغمات والظلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد سيد طابت مناقبه محمد صاغه رحمن من كرمي محمد صفوة الباري وخيرته محمد طاهر من سائر التهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد لاحق للضيف مكرمه محمد جاره والله لم يظلم محمد طابت دنيا ببعثته محمد جاء بالآيات والحكم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد يوم بعث الناس شافعنا محمد نوره الهادي من الظلم محمد قائم لله ذو همم محمد خاتم للرسل كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله എല്ലാം ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും നബി തങ്ങളെ ബർക്കത്തിനാൽ എമ്മെ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് സൂര്യയും
മറ്റുള്ള ദീനമടങ്കലും നബി തങ്ങളെ ബർക്കത്തിനാൽ ഷിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് ദാഹമൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. ഇനി എന്റെ മുത്തുമിനികളെ, ലോകം മടക്കാൻ കാരണദൂതനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയ, അവിടുന്ന് ചൊല്ലാൻ വേണ്ടി പറഞ്ഞ 26ഓളം വരുന്ന ദിക്റുകളും ദുആകളും ഉണ്ട്. അതാണ് ഇനി നാം ചൊല്ലാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്റുകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ വിഷമങ്ങൾ അല്ലാഹു നീക്കി തരട്ടെ. ഒരുപാട് ആളുകൾ ഉസ്താദെ പലതരത്തിലുമുള്ള വിഷമത്തിനാൽ ദുആ ചെയ്യണമെന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധിക പേരും രോഗികളാണ്. അതുപോലെ തന്നെ കടം കൊണ്ട് വിഷമിക്കുന്നവര്, വീടില്ലാതെ വിഷമിക്കുന്നവര്, മക്കളില്ലാതെ വിഷമിക്കുന്നവര്, കുടുംബത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്നവര്, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും വിഷമങ്ങൾ അല്ലാഹു നീക്കി തരട്ടെ. എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടെ കണ്ണടച്ച് പിടിച്ച് കരുണക്കടലാ റബ്ബിനോർത്ത് അല്ലാഹ് ഈ പവിത്രതയുള്ള രാവിൽ, ശുദ്ധമായ ബറാത്തിന്റെ രാവ്, ശുദ്ധമായ ശഅബാൻ 15ന്റെ രാവ്, ദുആക്കുത്തരം കിട്ടുന്ന 5 രാവുകളുടെ കൂട്ടത്തിലെ രണ്ടാമതായി എണ്ണിയ രാവ്, ശുദ്ധമായ ശഅബാനിലെ 15ാമത്തെ രാവ്. ആ രാവിൽ അല്ലാഹ് ഈ വലിയ മഹാനും വലിയ സൂഫിവരനും ആബിദും ആരിഫുമായ ജീവിതകാലത്തും അവിടുത്തെ വഫാത്തിന് ശേഷം ഈ കാലമത്രയും അത്ഭുതങ്ങളും കറാമത്തുകളും നേരിട്ട് കാണുകയും അത്ഭുതങ്ങൾ കണ്ടവരിൽ പറഞ്ഞത് കേൾക്കുകയും ചെയ്യുന്ന ഒരുപാട് അത്ഭുതമുള്ള മഹാനായ വലിയന്റെ ചാരത്ത് പവിത്രതയുള്ള ഈ അദ്കാർ ഞാൻ ചൊല്ലുന്നത് എൻ്റെ മനസ്സിൽ ഇന്നാലിൻ്റെ വിഷമം ഉണ്ട്. അല്ലാഹ് ഓരോരുത്തരുടെ മനസ്സിനുള്ളിലുള്ള വിഷമങ്ങളില്ലേ, എല്ലാവരും റബ്ബിനോടൊന്ന് സംസാരിക്കൂ. ഉമ്മമാരപ്പമാരെ അള്ളാഹിന്റെ വിഷമങ്ങളൊക്കെ എനിക്ക് തരണം അല്ലാ എന്ന് മനസ്സറിഞ്ഞ റബ്ബിനോട് പറഞ്ഞ് എല്ലാവരും ഒരു തവണ ബിസ്മി ചൊല്ലിക്കോളും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നിട്ട് 3 തവണ സൂറത്തുൽ ഇഖ്ലാസ്, 3 തവണ സൂറത്തുൽ ഫലഖ്, 3 തവണ സൂറത്തുൻ നാസ്, 1 തവണ ആയത്തുൽ കുർസി എല്ലാവരും ഒപ്പമായിട്ട് ചൊല്ലിക്കോളും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم.
قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم ഇനിയുള്ളത് ദിക്റുകളും ദുആകളുമാണ്. ഞാൻ ചൊല്ലിത്തരാം, നിങ്ങളെല്ലാവരും ഏറ്റു ചൊല്ലിക്കോളൂ. അംസൈന, എല്ലാവരും ആവേശത്തിൽ ചെല്ലണേ മുത്തൂമിനികളെ. അംസൈന വംസൽ മുൽക്കു ലില്ലാഹി വൽഹംദു ലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു وهو على كل شيء قدير ربي أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر അള്ളാഹു എന്നെ സ്വീകരിക്കണല്ലോ. ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ എന്നെ നീക്കി സലാമത്ത് നൽകണല്ലോ. ഇനി എൻ്റെ മുത്തൂമിനുകൾ ആറാമത്തെ ദിക്റ് കണ്ടോ? ഇതെങ്ങാനും പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലിക്കഴിഞ്ഞ മുത്തുനബി തങ്ങൾ പറഞ്ഞല്ലോ, അവനിക്കെൻ്റെ ശഫാഅത്ത് നിർബന്ധമായി. അള്ളാഹു ആ ശഫാഅത്തിൽ ഞങ്ങളെ ചേർത്തണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ, ജേഷ്ഠാനുജന്മാർ, കുടുംബങ്ങള് എല്ലാവരും ആ വിഭാഗത്തിൽ നീ പെടുത്തണേ അല്ലാ. ചൊല്ലിക്കോള് മുത്തൂമിനുകളെ 10 തവണ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. അല്ലാഹു എന്നെ സ്വീകരിക്കണം അല്ലാ. ഈ പവിത്രതയുള്ള മാസത്തിലെ, ഈ പവിത്രതയുള്ള രാവിലെ ഈ ദിക്റുകൾ ചൊല്ലിയതിന്റെ ഫضل കൊണ്ട് മുത്തനബി തങ്ങളുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണം അല്ലാ. അല്ലാഹു ഞങ്ങളുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകളൊക്കെ നീ ഹാസിലാക്കണം അല്ലാ. ഏറ്റവും വലിയ മുറാദ് ഞങ്ങൾക്ക് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യണമെന്നാണ്. അല്ലാഹു എന്നെ തൗഫീഖ് നൽകണം അല്ലാ. മക്കയും മദീനയും കാണിപ്പിക്കാതെ ഞങ്ങളെ മരിപ്പിക്കരുത് അല്ലാ. ഇനി എൻ്റെ മുത്തൂമിനുകൾ 7ാമത്തെ ദിക്റ് കണ്ടോ? വല്ലാത്ത മഹത്വമുള്ള ദിക്റാ. മുത്തുനബി തങ്ങൾ വൈകുന്നേരം ചൊല്ലിയതാ. ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റു ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ, ആവേശത്തിൽ ചൊല്ലും മുത്തൂമിനുകളെ. അല്ലാഹുമ്മ ബിക അംസൈനാ വബിക അസ്ബഹനാ വബിക നഹ്യാ വബിക നമൂതു വഇലൈകൽ മസീർ. അല്ലാഹു എന്നെ സ്വീകരിക്കണല്ലോ. ഇനി എൻ്റെ മുത്തുമിനുകൾ 8ാമത്തെ ദിക്റ് കണ്ടോ? ഇതെങ്ങാനും പ്രഭാതത്തിലും പ്രദോഷത്തിലും 3 തവണ ചൊല്ലിക്കഴിഞ്ഞ പെടുന്നതിനുള്ള പരീക്ഷണങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പെടുന്നതിനുള്ള അറ്റാക്ക് പോലെയുള്ള രോഗങ്ങള്, ടെൻഷൻ അടിപ്പിക്കുന്ന വാർത്തകള്, അപകടങ്ങൾ, അപകട മരണങ്ങള്, പഠിച്ചോൻ ഇനി കാത്ത് രക്ഷിക്കണേ അല്ലാ. ഈ രാവിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മഹാനവറുകളുടെ ഫضل കൊണ്ട്, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അപകടങ്ങൾ തൊട്ട് കാക്കണേ അല്ലാ. അപകട മരണത്തിൽ നിന്നും നീ കാത്ത് രക്ഷിക്കണേ അല്ലാ.
ചൊല്ലിക്കോള് മുത്തുമിനിങ്ങളെ 3 തവണ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അല്ലാഹുവിനെ സ്വീകരിക്കണല്ലോ. ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണല്ലോ. ഇനി എൻ്റെ മുത്തുമിനിയുടെ 9ാമത്തെ ദിക്ർ കണ്ടോ? ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. മുത്തുനബി തങ്ങൾ പറഞ്ഞല്ല, പ്രഭാതത്തിലും പ്രദോഷത്തിലും ഈ ദിക്ർ ഒരു തവണ ചൊല്ലിക്കഴിഞ്ഞ മറത്തൻ വാഹിദ, അന്നത്തെ ദിവസം അവൻ ലോകത്തോട് വിട പറയും ചെയ്തു പോയ വഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിന്റെ അഖിലുകാരനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. പവിത്രതയുള്ള ഈ രാവ്, പവിത്രതയുള്ള ഈ വിശുദ്ധമായ മാസത്തില് ഈ മഹാനവറുകളുടെ ചാരത്ത് വെച്ചുകൊണ്ട് ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതിന്റെ കറാമത്ത് കൊണ്ട് ഞങ്ങളെയും നീ സ്വർഗാവകാശികളിൽ എഴുതണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കന്മാര്, ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ ഭർത്താക്കന്മാര്, ഞങ്ങളുടെ പെങ്ങള്, ആങ്ങളമാര്, ഞങ്ങളുടെ കുടുംബങ്ങള്, ജേഷ്ഠാനുജന്മാര്, ബന്ധുക്കള് എല്ലാവരും നീ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ എഴുതണേ അല്ലാഹ്. ചൊല്ലിക്കോള് മുത്തുമിനികൾ, ഞാൻ ചൊല്ലിത്തരാം. അല്ലാഹുമ്മ, ആവേശത്തിൽ സ്വർഗാവകാശിയാകുന്ന ദിക്റ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുവിനെ സ്വീകരിക്കണല്ലോ. ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണല്ലോ. ഏറ്റവും വലിയ വിഷമം രോഗമാണ് റബ്ബേ, രോഗമാണ് റബ്ബേ, രോഗമാണ്. അല്ലാഹു ഞങ്ങളുടെ രോഗങ്ങളൊക്കെ നീ സുഖപ്പെടുത്തണല്ലോ. കീറിമുറിക്കുന്ന രോഗത്തിനെ തൊട്ട് കാക്കണല്ലോ. മരുന്നില്ലാത്ത രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണല്ലോ. ജനങ്ങൾ വെറുക്കുന്ന രോഗത്തിൽ നിന്നും രക്ഷപ്പെടുത്തണല്ലോ. ഹോസ്പിറ്റലിൽ കഴിയുന്ന രോഗികളുണ്ട്, വീട്ടിൽ വിശ്രമിക്കുന്ന രോഗികളുണ്ട്. എല്ലാവരുടെ രോഗവും നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നീ നൽകണേ അല്ലാഹ്. ഇനി എൻ്റെ മുത്തുമിനികളെ 10ഉം 11ഉം കണ്ടോ? പ്രാർത്ഥനകളാണ്. മുത്തുനബി തങ്ങൾ വൈകുന്നേരം ചൊല്ലിയ ദുആകളാണ്. ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റു ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ ആലിമൽ ഗൈബി വശഹാദ ഫാത്തിറസ് സമാവാതി والأرض رب كل شيء ومليكه أشهد أن لا إله إلا أنت أعوذ بك من شر نفسي ومن شر الشيطان وشركه. اللهم إني أسألك العافية في الدنيا والآخرة. اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي. اللهم استر عوراتي وآمن روعاتي. اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي. وأعوذ بعظمتك أن نغتال من تحتي. അല്ലാഹുവിനെ സ്വീകരിക്കണല്ലോ. ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണല്ലോ. ഏറ്റവും വലിയ പിന്നെയുള്ള വിഷമങ്ങൾ കടങ്ങളാണ് റബ്ബേ, കടങ്ങളാണ് റബ്ബേ, കടങ്ങളാണ്. അല്ലാഹു ഞങ്ങളെ കടങ്ങളൊക്കെ നീ വീട്ടിത്തരണല്ലോ. എല്ലാവരും നെഞ്ചോട് നേരെ കൈയുയർത്തിപ്പിടിച്ച് ആമീൻ എടുത്തോളൂ. അള്ളാഹിന്റെ ഖജനാവില് എടുത്താൽ തീരാത്ത മുതലുണ്ട്. പടച്ചോനെ നീ ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടിത്തരണല്ലോ. കടങ്ങളൊക്കെ വീട്ടുവാനുള്ള സമ്പത്ത് ഞങ്ങളെ കൈകളിലേക്ക് നീ നിറച്ചു തരണല്ലോ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് നീ ജോലി നൽകണല്ലോ.
ഉള്ള ജോലിന് ബർക്കത്ത് ചൊരിയണല്ലോ. കച്ചവടത്തില്, ബിസിനസ്സില്, കൂലിപ്പണിയിൽ, പ്രവാസത്തിൽ, കൃഷിയിൽ, വാഹനത്തില് എല്ലാം നീ ഖൈറും ബർക്കത്തും നീ നിറക്കണേ അല്ലാ. മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈ നീട്ടി യാചിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഇനി എൻ്റെ മുത്തൂമ്മി നിങ്ങളെ 13-12 ദിക്ർ കണ്ടോ? വല്ലാത്ത മഹത്വമുള്ള ദിക്റാ. ചൊല്ലിക്കോളും മുത്തൂമ്മി നിങ്ങളെ ഞാൻ ചൊല്ലിത്തരാം. സുബ്ഹാനല്ലാഹി, ആവേശത്തിൽ ചൊല്ലും മുത്തൂമ്മി നിങ്ങളെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അല്ലാഹുവിനെ സ്വീകരിക്കണല്ലോ. ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണല്ലോ. ഞങ്ങളെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ നിനക്കറിയുമല്ലോ. ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ രാവിന്റെ ഫضل കൊണ്ട്, ഇവിടെ എന്തി ഉറങ്ങുന്ന മഹാനവകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ കൂട്ടത്തില് വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, വീട് കൊടുക്കണല്ലോ. വീട്ടിലേക്കുള്ള വഴി, റോഡ്, കറണ്ട് ശരിയാവാത്തവർക്ക് നീ ശരിയാക്കി കൊടുക്കണല്ലോ. ഉള്ള വീട്ടിൽ നീ സലാമത്ത് നൽകണല്ലോ. വീടില്ലാതെ വിഷമിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് വീട് കൊടുക്കണേ അല്ലാ. ഇനി എൻ്റെ മുത്തൂമിന്റെ 13 ദിക്ർ കണ്ടോ? വല്ലാത്ത മഹത്വമുള്ള ദിക്റാ. ചൊല്ലിക്കോളും മുത്തൂമി നിങ്ങൾ ഞാൻ ചൊല്ലിത്തരാം. അംസൈന അലാ ഫിത്രത്തിൽ ഇസ്ലാമി وعلى كلمة الإخلاص وعلى دين نبينا محمد صلى الله عليه وسلم وعلى ملة أبينا إبراهيم عليه السلام حنيفا وما كان من المشركين. അള്ളാഹുവിനെ സ്വീകരിക്കണല്ലോ. യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിച്ച് യഥാർത്ഥ മുസ്ലിമായി ഞങ്ങളെ മരിപ്പിക്കണല്ലോ. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നൊരു വാക്കോ പ്രവർത്തനങ്ങളോ വന്നു പോകുന്നതിൽ നിന്ന് പൊന്നാര റബ്ബേ ഞങ്ങളെ നീ കാത്ത് രക്ഷിക്കണേ അല്ലാ. ഫലസ്തീനിന്റെ മക്കൾക്ക് നീ സലാമത്ത് കൊടുക്കണല്ലോ. അവർക്ക് രക്ഷ കൊടുക്കണേ അല്ലാ. പടച്ച റബ്ബേ എല്ലാ ഭാഗത്തിലും ശാന്തിയും സമാധാനവും നീ നിലനിർത്തണേ അല്ലാ. ഇനി എൻ്റെ മുത്തൂമിനുള്ള 14 ദിക്ർ കണ്ടോ? മുത്തുനബി തങ്ങളെല്ലാ പ്രമാണത്തിലും പ്രദോഷത്തിലും 10 തവണ ചൊല്ലിയ ദിക്റാ. ഇതെങ്ങാനും 10 തവണ ചൊല്ലിക്കഴിഞ്ഞ 10ഓളം വരുന്ന ദോഷങ്ങളുണ്ടല്ലോ അള്ളാഹു പൊരുത്തപ്പെട്ടങ്ങ് കൊടുക്കുന്നതാണ്. 10ഓളം നന്മകൾ അവൻ്റെ ഏടിലേക്ക് അള്ളാഹു എഴുതി വച്ചങ്ങ് കൊടുക്കുന്നതാണ്. 10ഓളം പദവിയിലേക്ക് അവനെ കൈപിടിച്ചുയർത്തുന്നതാണ്. 4 അടിമകളെ മോചിപ്പിച്ച സവാബുണ്ടല്ലോ അള്ളാഹു അവർക്ക് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. മുത്തുനബി തങ്ങൾ ചൊല്ലിയ ദിക്റാ. മുത്തുനബി തങ്ങൾ മാത്രമല്ല, മുത്തുനബി തങ്ങളുടെ മുൻകാലത്ത് കഴിഞ്ഞുപോയ സകല പ്രവാചകന്മാരും ചൊല്ലിയ ദിക്റാ. ചൊല്ലിക്കോളും മുത്തുമിനിങ്ങളെ 10 തവണ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء
شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണം അല്ലാഹ് അല്ലാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞുകാല് കാണാൻ കൊതിക്കുന്ന എത്രയോ ദമ്പതികൾ ഞങ്ങളെ മജ്ലിസ് കേൾക്കുന്നുണ്ട് അല്ലാഹ് എല്ലാവർക്കും നീ മക്കളെ കൊടുക്കണേ അല്ലാഹ് അതുപോലെ തന്നെ ഗർഭിണികളാകുന്ന സ്ത്രീകൾക്ക് സുഖപ്രസവം കൊടുക്കണല്ലോ ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെ കൊടുക്കണല്ലോ പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെ കൊടുക്കണല്ലോ തീരെ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് നീ മക്കളെ കൊടുക്കണേയല്ലോ ഇനി എന്റെ മുത്തൂമിനുള്ള 15ാമത്തെ ദിക്ർ കണ്ടോ വല്ലാത്ത മഹത്വമുള്ള ദിക്റാ മുത്തുനബി തങ്ങൾ എല്ലാ രാത്രിയിലും ചൊല്ലിയതാണ് ഒരൊറ്റ രാത്രിയിലും മുത്തുനബി തങ്ങൾ ഇത് ഉപേക്ഷിച്ചിട്ടില്ല ചൊല്ലിക്കോള് മുത്തൂമിനികളെ മക്സറ എന്ന കോടതിയിൽ ഉന്നതമായ പദവി കൈവരിക്കാനുള്ള ദിക്റാ ചൊല്ലിക്കോള് 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 സുബ്ഹാനല്ലാഹി ബിഹംദിഹി 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 സുബ്ഹാനല്ലാഹി ബിഹംദിഹി 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 അല്ലാഹുവിനെ സ്വീകരിക്കണമല്ലോ ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണമല്ലോ
അല്ലാഹു ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണല്ലോ, ഈമാൻ സലാമത്ത് നൽകണല്ലോ. അല്ലാഹു ഞങ്ങളുടെ കൂട്ടത്തില് വിവാഹപ്രായമെത്തിയ ആൺമക്കള് പെൺമക്കള് ഞങ്ങളെ മജ്‌ലിസ് കേൾക്കുന്നുണ്ട്. എല്ലാവരുടെയും കല്യാണം നീ ശരിയാക്കി കൊടുക്കണല്ലോ. ഈ അദ്കാറിന്റെ കറാമത്ത് കൊണ്ട്, ഈ മഹാന്മാരുടെ ഫദ്ല് കൊണ്ട് എല്ലാവരുടെയും കല്യാണം നീ ശരിയാക്കി കൊടുക്കണയല്ലോ. അതുപോലെ തന്നെ കല്യാണം കഴിച്ചു വിട്ട പെൺകുട്ടികളുടെയും ആൺമക്കളുടെയും ജീവിതത്തിൽ നീ ബറക്കത്ത് കൊടുക്കണല്ലോ. ഇനി എൻ്റെ മുത്തൂമിനുള്ള 16ാമത്തെ ദിക്റ് കണ്ടോ, വല്ലാത്ത മഹത്വമുള്ള ദിക്റാ. മുത്തുനബി തങ്ങൾ ചൊല്ലിയതാ, നമ്മളോടും ചൊല്ലാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റവും ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ, ആവേശത്തിൽ ചൊല്ലു മുത്തുമിനികളെ. അല്ലാഹുമ്മ അഫിനി ഫി ബദനി, അല്ലാഹുമ്മ അഫിനി ഫി സംഇ, അല്ലാഹുമ്മ അഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവിനെ സ്വീകരിക്കണല്ലോ. ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നിനക്ക് സലാമത്ത് നൽകണല്ലോ. അല്ലാഹു ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണല്ലോ. ഇനി എൻ്റെ മുത്തൂമിനികളെ 17ാമത്തെ ദിക്റ് കണ്ടോ, മുത്തുനബി ഞങ്ങളെല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലുന്ന ദിക്റാ. ഒരൊറ്റ രാത്രിയിലും നബി തങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. ചൊല്ലിക്കോളും മുത്തൂമിനികളെ 100 തവണ. കടലിലെ തിരമാല കണക്കെയുള്ള ദോഷങ്ങളുണ്ടല്ലോ, അല്ലാഹു പൊരുത്തപ്പെടുന്ന ദിക്റാ. അല്ലാഹുവേ രഹസ്യവും പരസ്യവും ചെയ്തു പോയ അതും അമിതമായും കുറഞ്ഞതും അതുപോലെ തന്നെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സകല ദോഷങ്ങളും നീ പൊറുക്കണയല്ലോ. ഞങ്ങളെ നീ നല്ലവരുടെ കൂട്ടത്തിൽ നീ ചേർത്തണയല്ലോ. ചൊല്ലിക്കോളും മുത്തുമിനികളെ 100 തവണ. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, 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 അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി,
അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി 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 അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. അല്ലാഹുവിനെ സ്വീകരിക്കണമല്ലോ. ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണമല്ലോ. അല്ലാഹു ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണമല്ലോ. ഈമാൻ സലാമത്ത് നൽകണമല്ലോ. അല്ലാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ മക്കളൊക്കെ നീ നല്ല മക്കളാക്കണമല്ലോ. ദുനിയാവിലും നാൾ ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണമല്ലോ. മദ്രസയിൽ പഠിക്കുന്ന മക്കളുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന മക്കളുണ്ട്, LKGയിലും UKGയിലും പഠിക്കുന്ന മക്കളുണ്ട്, ഹിഫ്ള് കോളേജിലും ശരീഅത്ത് കോളേജിലും ദഅവാ കോളേജിലും ദർസിലും പഠിക്കുന്ന മക്കളുണ്ട്. അല്ലാഹ് എല്ലാ ആൺമക്കളെയും പെൺമക്കളെയും നീ നല്ല മക്കളാക്കണേ അല്ലാഹ്. ഇനി എൻ്റെ മുത്തൂമിനുള്ള 18ാമത്തെ ദിക്ർ കണ്ടോ, വല്ലാത്ത മഹത്വമുള്ള ദിക്റ. ചൊല്ലിക്കോള് മുത്തൂമിനികൾ എടുത്തവണ. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു وهو رب العرش العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. അല്ലാഹുവിനെ സ്വീകരിക്കണമല്ലോ. ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണമല്ലോ. അല്ലാഹു ഞങ്ങളുടെ കൂട്ടത്തില് ജയിലിൽ കുടുങ്ങിക്കടിയുന്ന സഹോദരന്മാരുടെ ഭാര്യമാര്, അവരുടെയൊക്കെ മാതാപിതാക്കന്മാർ ഈ മജ്ലിസ് പലയിടങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഈ രാവിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മഹാന്മാരുടെ ഫദ്ല് കൊണ്ട് എല്ലാവർക്കും നീ ജയിൽ മോചനം കൊടുക്കണേ അല്ലാഹ്. പടച്ചറമ്മേ, കേസും കൂട്ടമായിട്ടൊക്കെ കഴിയുന്നവർ ഞങ്ങളെ മജ്ലിസിലുണ്ട്. എല്ലാവരുടെ കേസും കൂട്ടം എന്നൊക്കെ അവസാനിപ്പിച്ച് എല്ലാവർക്കും നല്ലൊരു ജീവിതം നീ കൊടുക്കണേ അല്ലാഹ്. ഇനി എൻ്റെ മുത്തൂമിനുള്ള 19ാമത്തെ ദിക്ർ കണ്ടോ, ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റു ചൊല്ലിക്കോളും. സുബ്ഹാനല്ലാഹി, ആവേശത്തിൽ മുത്തൂമിനിങ്ങളെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിനെ സ്വീകരിക്കണമല്ലോ. ഇനി എൻ്റെ മുത്തൂമിനുള്ള 20ാമത്തെ ദിക്ർ കണ്ടോ, ഇതെങ്ങാനും വൈകുന്നേര സമയത്തിലങ്ങ് 4 തവണ ചൊല്ലിക്കടിഞ്ഞ കത്തിയാളെന്ന നരകത്തിൽ നിന്ന്, മനുഷ്യനെയും കല്ലിനെയും കത്തിക്കപ്പെടുന്ന നരകലോകത്തിൽ നിന്ന് അല്ലാഹുവിനെ പൂർണ്ണമായിട്ടും മോചിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചൊല്ലിക്കോള് മുത്തൂമിനിങ്ങളെ, ശഅബാൻ 15ന്റെ രാവാണ്. ബനൂ കൽബ് ഗോത്രത്തിലെ എത്ര കണ്ട് ആടുകളുണ്ടെന്ന് അവർക്ക് പോലും അറിയുകയില്ല. അത്രയും കൂടുതലായ ആടുകളുള്ള ബനൂ കൽബ് ഗോത്രത്തിലെ ആടുകളുടെ ശരീരത്തിലുള്ള രോമത്തിന്റെ എണ്ണം എത്രയാണോ അത്രത്തോളം മനുഷ്യന്മാരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാവാ. പടച്ചോനെ, ആ വിഭാഗത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ പേരും നീ ചേർത്തണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ, ജട്ടാനുജന്മാര്, കുടുംബങ്ങള്, എല്ലാവരുടെ പേരും ആ ലിസ്റ്റിൽ നീ ചേർത്തണേ അല്ലാഹ്. ചൊല്ലിക്കോള് മുത്തുമിനികളെ, ഞാൻ ചൊല്ലിത്തരാം നരകത്തിൽ നിന്ന് മോചിതനാവാൻ. ചൊല്ലിക്കോള്, അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വഉഷ്ഹിദു ഹമലത അർശിക വമലായികതക വജമിയ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹദക ലാ ശരീക ലക വഅന്ന മുഹമ്മദൻ അബ്ദുക വറസൂലുക. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വഉഷ്ഹിദു ഹമലത അർശിക വമലായികതക വജമിയ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹദക ലാ ശരീക ലക വഅന്ന മുഹമ്മദൻ അബ്ദുക വറസൂലുക. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വഉഷ്ഹിദു ഹമലത അർശിക
وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك اللهم إني أمسيت أشهدك وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك അള്ളാഹുവിനെ സ്വീകരിക്കണല്ലോ. ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീക്ക് സലാമത്ത് നൽകണല്ലോ. ഇനി എൻ്റെ മുത്തുമിനുള്ള 21 മുതൽ 26 വരെയുള്ളത് കണ്ടോ പ്രാർത്ഥനകളാണ്. ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ ഏറ്റു ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ മാംസാബി മിൻ നിഅമത്തിൻ ഔ ബിഅഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹദക ലാ ശരീക ലക فلك الحمد ولك الشكر أمسينا وأمسى الملك لله رب العالمين اللهم إني أسألك خير هذه الليلة فتحها ونصرها ونورها وبركتها وهداها وأعوذ بك من شر ما فيها وشر ما بعدها أمسينا وأمسى الملك لله عز وجل والحمد لله والكبرياء والعظمة لله والخلق والأمر والليل والنهار وما سكن فيهما لله عز وجل اللهم اجعل أول هذه الليلة صلاحا وأوسطها نجاحا وآخرها فلاحا يا أرحم الراحمين اللهم إنا نعوذ بك من أن نشرك بك شيئا نعلمه ونستغفرك لما لا نعلم اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين അള്ളാഹുവിനെ സ്വീകരിക്കണല്ലോ. ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീക്ക് സലാമത്ത് നൽകണല്ലോ. ആഖിബത്ത് നന്നാക്കണല്ലോ. ഈമാൻ സലാമത്ത് നൽകണല്ലോ. ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ പൊറുക്കണയല്ലോ. പടച്ചറമ്മേ ഞങ്ങളുടെ രോഗങ്ങളൊക്കെ നീ സുഖപ്പെടുത്തണല്ലോ. ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടിത്തരണല്ലോ. വീടില്ലാത്തവർക്ക് വീട് നൽകണല്ലോ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് നീ മക്കളെ കൊടുക്കണയല്ലോ. എല്ലാവരുടെ ആഖിബത്തും നീ നന്നാക്കണല്ലോ. ഈമാൻ സലാമത്ത് നൽകണേ അല്ലാ. പടച്ചറമ്മേ ഹബീബാ നബി തങ്ങളോടൊന്നിച്ച് അവ്വലീങ്ങളുടെ കൂട്ടത്തിൽ സ്വർഗത്തിലേക്ക് കടത്തണേ അല്ലാ. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. പവിത്രതയുള്ള ഈ ശഅബാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ വിശുദ്ധമായ രാവിന്റെ ഫദ്ല് കൊണ്ട്, ഈ മഹാനവരുടെ ചാരത്ത് ഈ വിശുദ്ധമായി നടത്തിയ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചറമ്മേ ഞങ്ങളെ നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ നല്ലവരുടെ കൂട്ടത്തിൽ നീ ചേർത്തണേ അല്ലാ. അല്ലാഹു ഞങ്ങൾ ലൈറ്റുകളെ കോഫേന് തൗബ മജ്‌ലിസ് നടത്തി ദുആ കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ മനസ്സിനൊരു കുളിർമ നൽകണേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല
وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. മുത്തുമുഅ്മിനീങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രിയിൽ ദിക്റ് ചൊല്ലി കടന്നുറങ്ങുന്നതിൻ്റെ മുമ്പായി ദിക്റ് ചൊല്ലി മുത്തുനബി തങ്ങൾ അവിടുത്തെ രണ്ട് കൈകളിലേക്ക് ശറഫാക്കപ്പെട്ട കരങ്ങളിലേക്കൊന്ന് മന്ദിരിച്ചൂതി തല മുതൽ കാലുവരെ ഒന്ന് തടവിക്കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. കയ്യെത്തുന്ന ഭാഗത്തൊക്കെ ഒന്ന് തടവിക്കൊടുക്കും. അതേമാതിരി എല്ലാവരും ഒന്ന് ചെയ്താണ്. ഇന്നത്തെ രാവ് വല്ലാത്ത രാവാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് തൗബ ചെയ്ത് പിരിയാം. രണ്ട് കൈകളിലേക്കൊന്ന് മന്ദിരിച്ചൂടും. എന്നിട്ട് തല മുതൽ കാലുവരെ ഒന്ന് തടവിക്കൊടുക്കും. അല്ലാഹ് അൽഹംദുലില്ലാ പറയ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ പറയ, അൽഹംദുലില്ലാ. അല്ലാഹു നീ ഖബൂൽ ചെയ്യണേ റബ്ബേ, നീ സ്വീകരിക്കണേ റബ്ബേ. നമുക്ക് ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്ത് കരുണക്കടലായ റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യണം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ പറയ എല്ലാവരും. അൽഹംദുലില്ലാ. നിങ്ങൾ നോക്കിയാണ് നിങ്ങൾ മുത്തുമിനിങ്ങളെ, ഈ രാവിലെ നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞല്ലോ. അൽഹംദുലില്ലാ. ഇത് നാളെയാണ് ഞാനിവിടെ പരിപാടി ഏറ്റതെങ്കിൽ, അത് നാളെ ഇപ്പോൾ നാളെ 27 അല്ലേ, നാളെ 26, 26-ാം തീയതിയാണ് ഇസ്മായിൽ യമാനിനെ ബുക്ക് ചെയ്തതെങ്കിൽ 26-ാം തീയതി ഞാൻ പോരെ കുത്തിരിക്കും. കാരണം എനിക്ക് 26-ാം തീയതി എവിടെയും പരിപാടിയില്ല. അപ്പോൾ ഉസ്താദല്ലേ പറ, ഉസ്താദിന് ഫുള്ള് ഡയറി ഫുള്ളാണ്. ഒരു പരിപാടിൻ്റെ പുരയിൽ ഒരേ ദിവസം വേണ്ടേ, ഇല്ലേ ഇതോളം തെറ്റിപ്പോലെ. ഞാൻ അങ്ങനെ ഇന്ന് ഞങ്ങൾ വരുമ്പോൾ ഇസ്മായിൽ യമാനോട് ആ വിഷയം പറഞ്ഞു. ആര് നമ്മൾ കരീം ദാരിമി യമാനി, നിങ്ങളിത് നാളെയാണെങ്കിൽ വല്ലാത്തൊരു ഫضലാട്ടം മുത്തുമിനിങ്ങളെ. കഴിഞ്ഞ ബറാത്തിൻ്റെ രാവിലെ ഒരു മഹാന്റെ ചാരത്തായിരുന്നു. ഈ ബറാത്ത് രാവിലെ അൽഹംദുലില്ലാ വലിയ ഒരു മഹാന്റെ ചാരത്തൊരുമിക്കാൻ കഴിഞ്ഞു. എത്ര അത്ഭുതങ്ങളാ തങ്ങൾ പറഞ്ഞതില്ലേ. ബ്ലഡ് ക്യാൻസർ മാറിയ കഥ, കുട്ടികളുണ്ടായ കഥ, എത്ര അത്ഭുതങ്ങളാണ് തങ്ങൾ ഈ മഹാനവറുകളുടെ മുന്നിലിരുത്തി മഹാനവറുകളുടെ മുമ്പെന്ന് പറഞ്ഞത്. അൽഹംദുലില്ലാ. ആ മഹാനവറുകളുടെ മുമ്പിലിരുന്ന് ദിക്റെല്ലാം നമുക്ക് കഴിഞ്ഞല്ലോ. അൽഹംദുലില്ലാ പറയേ. ഇനി നമുക്ക് തൗബ അങ്ങോട്ട് ചെയ്യണം. ഞാൻ നീട്ടുകയില്ല. കാരണം എന്താണെന്നറിയോ? കാരണം എനിക്ക് 12 മണിയാകുമ്പോൾ ഇവിടുന്ന് പുറപ്പെട്ടാലേ എന്താകുള്ളൂ, എനിക്ക് സുബീൻ്റെ മുമ്പ് അവിടെ എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് പറയും, ഇൻഷാ അല്ലാഹ് അങ്ങനെ എത്തുള്ളൂ. എത്തിയാലേ അത്തായം കഴിക്കാൻ കഴിയുള്ളൂ. അത്തായം കഴിച്ചിട്ടില്ലെങ്കിൽ വഴിയുന്ന എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാമെന്ന് കൂട്ടുക. എന്നാലും സുബീൻ്റെ നേരത്തെ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ലൈവ് ചെയ്യാൻ കഴിയൂല. ലൈവ് റെക്കോർഡല്ല, ശരിക്കും റെക്കോർഡ് ചെയ്ത് വിട്ടാൽ മതി. പക്ഷെ ആരും അറിയില്ല. പക്ഷെ അതൊരു വഞ്ചനയല്ലേ, ഒരു ഖിയാനത്തല്ലേ. കാരണം അതിലൊരു വാക്കുണ്ട്, ഞാൻ ചൊല്ലിത്തരാം നിങ്ങളേറ്റ് ചൊല്ലിക്കോളൂ എന്നുള്ള വാക്ക്. അത് ഞാൻ ചൊല്ലിത്തരാം നിങ്ങളേറ്റ് ചൊല്ലിക്കോളൂ എന്ന് റെക്കോർഡ് ചെയ്ത് വിട്ടിട്ട് ഞാൻ കടന്നുറങ്ങിയാൽ മേലെയായ റബ്ബിനെ പിടിക്കൂലേ. അതുകൊണ്ട് റെക്കോർഡ് ചെയ്യലില്ല. ഇതിങ്ങനെ ലൈവിലായി നടക്കലാണ്. ദൈവം ഇങ്ങനെ പഠിച്ചോളാം ഖിയാമത്ത് നാൾ വരെ നമ്മളിലും അതുപോലെ തന്നെ നമ്മുടെ കാലങ്ങൾക്ക് ശേഷം ഇത് നടത്തിക്കൊണ്ടുപോകുന്നവർക്കും ലൈവിലായി ഇങ്ങനെ തന്നെ തുടരാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തൗഫീഖ് നൽകണേ റബ്ബേ. അപ്പം മുത്തുമിനിങ്ങളെ, നമ്മളെ മജ്ലിസിലെ ഇനി പ്രധാനപ്പെട്ടതും ദുആയാണ്. മുറജമിന് ചില പ്രത്യേകതകളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൈസ വിരിക്കൂല എന്നുള്ളതാണ്. അവിടെയാണ് നമ്മളും കമ്മിറ്റിയും തമ്മിൽ തെറ്റല്. പിന്നെ ഈ മാമാരെ ഇലക്ഷൻ ബോട്ടിന് വരുന്ന മാതിരി എന്നെ കൊണ്ടുവരില്ല. മാമാരല്ലേ വല്യമാര്, ഓലെ ബോട്ടിന് കൊണ്ടുവരുമ്പോൾ എടുത്തൊക്കെ കൊണ്ടുവരിക. ബോട്ട് കഴിഞ്ഞാലോ മാമാനാടെ കൊണ്ടുപോയിടും. ഇങ്ങോട്ട് തിരിച്ചു പോരാൻ വേറെ ആരെങ്കിലും കൂടെ പോകേണ്ടി വരും. അതേമാതിരി എന്നെ കൊണ്ടുവരിക. കാറ് തുറന്നു തരാൻ ആള്, കൈ പിടിക്കാൻ ആള്, ഒക്കത്തിനും ആളുണ്ടാവും. പിരിഞ്ഞു പോരുമ്പോൾ ഒരു മഹ്ലൂക്കിൻ്റെ കൂടെ ഉണ്ടാവലില്ല. അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഇതിങ്ങനെ എന്നെ നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിരിക്കൂല എന്ന് പറയാൻ കാരണം ഇങ്ങോട്ട് തരി 10,000 അങ്ങനെ പറയില്ല. ഇങ്ങോട്ട് തരി 10,000, ഇങ്ങോട്ട് തന്നൂടി 6,666, ഇങ്ങോട്ട് തന്നൂടി 4,444, അത് പറയില്ല. അതെന്താണ് പറയാത്തത്? മൂലം കുറച്ച് ആളൊക്കെ കൂടണം. നിങ്ങൾക്ക് പറഞ്ഞുകൂടെ, കുറച്ച് പിരിച്ചൂടെ? അത് പിരിക്കാതിരിക്കാണ്ടായ കാരണം ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഭൂരിഭാഗം ആളുകളും കടവും കള്ളിയുള്ളവരാ അല്ലേ. ഇതിലൊരു 10 ലക്ഷം റുപ്യ വീട്ടിൽ അട്ടിക്ക് വെച്ച് വന്നോലായിട്ട് ആരും ഉണ്ടാവില്ല. എനിക്കറിയാം, ആരും ഉണ്ടാവില്ല. 5 ലക്ഷം റുപ്യ വരെ അട്ടിക്ക് വെച്ച് വന്നോലായിട്ട് ആരും ഉണ്ടാവില്ല. ഉണ്ടോ മുത്തുമിനിങ്ങളെ? ഇല്ലല്ലോ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, 1 ലക്ഷമോ അതിൻ്റെ മേലേക്കോ കടലുള്ളവരൊന്ന് കൈബന്ധിച്ചാണ്. ഇത് ആരക്കാനാ? കടലുള്ളവർ കൈബന്ധിച്ചാണ്.
ഇങ്ങോട്ട് നോക്കിയാണ് കരീംദാരി മിസ്താറെ ഒക്കെ 90% കടും കള്ളിയുള്ളവരാ. അതുകൊണ്ടാണ് നൂറെ അജ്മീരിൽ പിരിവില്ലാത്തത്. നാല് ദിവസം ഇങ്ങനെ കുടുക്കി കമ്മിറ്റിക്കാർ എങ്ങനെയാ വെച്ചാൽ അന്ന് മുനോപ്രത്തങ്ങളാണ് ഉദ്ഘാടനം ചെയ്തിരുന്നത്. എന്നോട് പറഞ്ഞു, ഉസ്താദ് എപ്പോഴും പറയാറില്ല പൈസക്കാരും ഉസ്താദിൻ്റെ സദസ്സിലുണ്ടാവാറില്ല. ഞങ്ങൾ 12 ആൾക്കാരെ സ്റ്റേജ് മേലെ ഇരുത്തിയാണ്. ഉസ്താദ് ചെറുങ്ങനെ പിരിച്ചാൽ മതി പറഞ്ഞു. ഞാൻ വിചാരിച്ചു പഠിച്ചോനത് നൂറാജിമിൻ്റെ ചരിത്രത്തിൽ പിരിവ് തുടങ്ങുകയാണല്ലോ. അപ്പോൾ ഞാൻ കൈ നോക്കുമ്പോൾ ശരി തന്നെയാണ്. ബാക്കിൽ സൂപ്പർ നല്ല തുണി കുപ്പായൊക്കെ ഉള്ള അടിപൊളിയായിട്ട് മാഷാല്ല പറയും. അങ്ങനെ നല്ല വാച്ചൊക്കെ കിട്ടി നല്ല പൈസക്കാരിയ്ക്കുന്നുണ്ട്. കണ്ടാൽ തന്നെ ഒരു പൈസക്കാരെയും തോന്നുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഈ മജ്ലിസൊക്കെ കൂടെ കഴിഞ്ഞ് ബാക്കോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മഹ്ലൂക്കിനെയും കാണാനില്ല. ഒക്കെ ഓരോരുത്തർ ഇങ്ങനെ ബെൻസും BMW ഫോർച്യൂണറൊക്കെ പോയി. പിന്നെ എൻ്റെ മുമ്പിലുള്ളതാരാ? കടവും കള്ളിയും പ്രയാസവും ബുദ്ധിമുട്ടുള്ളവർ. അതുകൊണ്ട് അത് പിരിക്കാത്തത്. പഠിച്ചോൻ ഇതിങ്ങനെ തന്നെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. ആമീൻ പറഞ്ഞേ. എന്താ ആമീനൊരു കുറവ്? എല്ലാവരും കമ്മിറ്റിക്കാരാണോ? എന്താ ഒരു ആമീൻ പറഞ്ഞേ. ഇതിങ്ങനെ തന്നെ ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തണേ റബ്ബേ. ആമീൻ. ഇനി രണ്ടാമത്തെ ഉണ്ടാവും ഈ വായക്കാട്ടേക്ക് പൈസ എന്ന് പറഞ്ഞിട്ട് പൈസ കൊണ്ടുവരാറുണ്ട്. അത് മുത്തുമിനിങ്ങളത് ഇവിടെ തരരുത്, അത് എൻ്റെ കയ്യിൽ തരരുത്. ഒന്നാമത്തെന്ന് വെച്ചാൽ ഇവിടെ പരിപാടി നടത്തുന്നത് ഇത് ഇവിടുത്തെ കാര്യത്തിന് വേണ്ടിയാണ് അല്ലേ? അത് ഇവിടെ ഒരു നാട്ടിൽ പരിപാടി നടത്തുമ്പോൾ വായക്കാട്ടേക്ക് നിൽക്കണ 1000 റുപ്യ, വായക്കാട്ടേക്ക് നിൽക്കണ അത് പറഞ്ഞാൽ വായക്കാട്ട് കൊണ്ടുവരാവില്ലേ? ഇവിടെ ഈ മൈക്ക് സെറ്റ് ഇതിനൊക്കെ 100 റുപ്യ വാടക കൊടുക്കണം മുത്തുമിനിങ്ങളെ. അത് നിങ്ങൾ ഇവിടെയാണ് കൊടുക്കേണ്ടത്. മനസ്സിലായിട്ടില്ല? അത് എൻ്റെയോ ഷഫീൻ്റെയോ മുനവറിയമാനിയുടെയോ കയ്യിൽ നിങ്ങൾ തരരുത് എന്നുകൂടെ ഓർമ്മപ്പെടുന്നത്. ഇവിടെ നിങ്ങൾ സഹായിക്കുക. ഇവിടുത്തെ കാര്യം എന്തൊക്കെ കാര്യം ഇവിടെ ഉണ്ട് മുത്തുമിനിങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ് എത്ര പൈസ ചിലവുണ്ട്. പടച്ചോൻ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. മുത്തുമിനിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നത്തെ ദിവസം പോലെ ഇനിയൊരു ദിവസം നമുക്ക് വരണമെങ്കിൽ അടുത്ത കൊല്ലാവണം മുത്തുമിനിങ്ങളെ, അടുത്ത കൊല്ലാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്തിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്കൊരു ഇറക്കല്ലല്ലോ. അള്ളാഹുവിലേക്ക് യോജിച്ച ഇറക്കം വന്ന് പടച്ച തമ്പുരാൻ ഭൂമി ലോകത്തിലുള്ള സകല മനുഷ്യരിലേക്കും റഹ്മത്ത് ഇങ്ങനെ ചൊരിഞ്ഞു കൊടുക്കുന്ന ദിവസം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ മലക്കുകളെയും ഷാബാൻ 15 രാവിലെ ഇങ്ങോട്ട് ഒരുമിച്ച് കൂട്ടും പടച്ചോനെ. ഷാബാൻ 15 രാവിലെ എല്ലാവരും മലക്കളെ ഒരുമിച്ച് കൂട്ടും. അങ്ങനെ ഒരുമിച്ച് കൂട്ടിയ ഒരേ ഒരു സന്ദർഭം മാത്രമേ ഉള്ളൂ. അതേതാ? ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുന്നതിൻ്റെ മുമ്പ് ഒരു മുഷാവറ നടത്തിയിരുന്നു മലക്കുകളോട്. അന്നാണ് മലക്കുകളെ മുഴുവനും പടച്ച് ഒരുമിച്ച് കൂട്ടിയത്. അതേപോലെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്നൊരു ദിവസമാണ് ഏത് ദിവസം? ഈ ദിവസം. എന്നിട്ട് അള്ളാഹു സന്തോഷം പറയും ആ മലക്കുകളോട്, ആ കണ്ടില്ലേ മനുഷ്യന്മാർ കണ്ടി, നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേനോ എന്ത് ഇവരൊക്കെ രക്തച്ചൊലിച്ചിലുണ്ടാക്കുന്ന ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്ന്. ദാ എൻ്റെ അടിമകൾ അതൊക്കണ ദിക്റില്ല, എൻ്റെ അടിമകൾ അതൊക്കണ പൊട്ടിക്കരയണ, എൻ്റെ അടിമകൾ അതൊക്കണ നന്മ ചെയ്യുന്ന നോക്കിയാണി എന്ന് പറഞ്ഞ് മലക്കുകളോട് പറഞ്ഞ് സന്തോഷിക്കുന്ന. അതല്ലേ മുത്തുനബി ആയിഷ ബീവിൻ്റെ വിരിന്ന് എഴുന്നേറ്റ് പോയത് രാത്രി സമയത്ത്. ഷാബാൻ ഇതേപോലെ ഷാബാൻ 15 രാവിലെ ആയിഷ ബീവിൻ്റെ അടുത്ത് ഇങ്ങനെ മുത്തുനബി കിടക്കേനി. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മകളായ മുത്തുനബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാന്റെ അരികിൽ. ആയിഷ ബീവി എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കുള്ള പെണ്ണായിരുന്നു. ആയിഷ ബീവിൻ്റെ ചരിത്രത്തിൽ കാണാം, നല്ല ഉറക്കുള്ള പെണ്ണായിരുന്നു. ഗോതമ്പ് മാവ് ഇങ്ങനെ കുഴച്ച് പരത്തുന്നതിൻ്റെ ഇടയിൽ ഉറങ്ങി. ആ ഗോതമ്പ് മാവ് പക്ഷികൾ കൊത്തിക്കൊണ്ടുപോയ ചരിത്രങ്ങൾ കേൾക്കാറുണ്ട്. നല്ല ഉറക്കുള്ള പെണ്ണായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ഞാൻ ഉറക്കുണ്ട് ചോദിച്ചിട്ട് അത് എന്താ ഉറക്ക് ബുദ്ധി കുറച്ച് കൂടുതലുള്ളവർക്ക് കുറച്ച് ഉറക്കൊക്കെ ഉണ്ടാവും, നല്ല ബുദ്ധിയുള്ള ആളുകൾ. അപ്പം നല്ല ഉറക്കുള്ള ആളായിരുന്നു. അങ്ങനെ ആയിഷ ബീവി ഉറങ്ങിപ്പോയപ്പം പെട്ടെന്ന് അങ്ങോട്ട് എണീച്ചു. രാത്രിയിൽ അർദ്ധരാത്രിയിൽ മുത്തുനബി ആയിഷ ബീവി എണീച്ചപ്പോൾ മുത്തുനബിനെ എങ്ങനെ തിരഞ്ഞിട്ടും കാണില്ല, എവിടെ നോക്കിയിട്ടും കാണില്ല. നോക്കണ സമയത്തിൽ ആയിഷ ബീവി വിചാരിച്ചു, പഠിച്ചോനെ എന്നോട് പറയാതെ മറ്റുള്ള ഭാര്യമാരുടെ അടുത്തേക്ക് പോയോ എന്നുള്ള പേടി. ആയിഷ ബീവി എല്ലാ വീട്ടിലൊന്ന് പരതി നോക്കി, എവിടെയില്ല. നോക്കുമ്പോൾ ജന്നത്തുൽ ബഖീൽ ഹബീബാ നബി തങ്ങൾ പൊട്ടി കരയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി തങ്ങളോട് ആ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മുത്തുനബി പറഞ്ഞു, ആയിഷ ഇന്നത്തെ രാവിനെ പോലൊരു രാവില്ല ആയിഷ. ഈ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിലേക്ക് ഇറങ്ങി വന്ന്
മനുഷ്യന്മാർക്ക് അല്ലാഹു റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കുകയും അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്ന രാവാണ് ആയിഷ എന്ന് പറഞ്ഞ് മുത്തുനബി തങ്ങൾ ആയിഷ ബീവിയോട് സന്തോഷം പങ്കുവച്ചിട്ടുണ്ട്. അത് ഭക്ഷണം കൊടുക്കലാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാവേ. ഭക്ഷണം കൊടുക്കുന്ന പരിപാടിയാണെങ്കിൽ ആ കാറിലേക്ക് കയറ്റുന്ന ഭക്ഷണമാണോ എനിക്കറിയില്ല. ഭക്ഷണമാണോ? അല്ലല്ലോ. അമ്മിയത്തെ കൊപ്പം കൊണ്ട് കൊടുക്കരുതേ. കാരണം വെച്ചാൽ ബിദ്ദാത്ത് മഖ്സൂദ് ഭക്ഷണമല്ലല്ലോ. ഭക്ഷണമൊക്കെ പിന്നെ നമുക്ക് കഴിക്കാം. ബിദ്ദാത്ത് മഖ്സൂദ് ദുആയാണ്. ആ ദുആ കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കൊടുക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ അതേപോലെ തന്നെ കമ്മിറ്റി ഭാരവാഹികളൊക്കെ പറയുന്നത് നിങ്ങൾ കേൾക്കണേ. അപ്പം എന്തായിരുന്നാലും ഈ ദിവസം പോലെ ദിവസം ഇനി വരാനില്ല എന്ന് പറഞ്ഞ് വരണമെങ്കിൽ അടുത്ത കൊല്ലം ആവണം. മുത്തുമീനിങ്ങളെ അടുത്ത കൊല്ലം കാത്തിക്കണം. അപ്പം അതുകൊണ്ട് കരുണക്കടലായ റബ്ബ് നമ്മെ കാണുന്നുണ്ട്, നമ്മെ അറിയുന്നുണ്ട് എന്ന് കരുതി ഇവിടെ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. എന്തൊക്കെയോ എത്രയോ ചെലവ് ഇതിലേക്കുണ്ട്. നല്ല ചെലവ്, കണ്ടമാനം ചെലവുണ്ട്. ഈ ബോക്സിന് തന്നെ എത്രങ്ങാനും ഉറുപ്പ്യ കൊടുക്കണം എന്നാണ് മനസ്സിലായിട്ടില്ലേ? ഉള്ളയിൽ ഒരു വലിയ നോട്ട് കൊടുക്കണേ, ചെറുത് കൊടുക്കരുത്. 500 നോട്ട് അവിടെ വെക്കുക, എന്നിട്ട് 10 ഉറുപ്പ്യ കൊടുക്കുക. പഠിച്ചോ കാണുന്നുണ്ട്. ഇന്നത്തെ രാവിലെ വേണ്ട, തീർന്നൊന്നും പോല. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് സ്വതക്ക പിടിച്ചു നിർത്തരുത്. ദാരിദ്ര്യം ഭയക്കാതെ സ്വതക്ക ചെയ്യണം. പടച്ചോൻ ദാരിദ്ര്യം തരൂല. ദാരിദ്ര്യം പേടിക്കാതെ സ്വതക്ക ചെയ്യണം. എന്നാ പടച്ചോൻ ദാരിദ്ര്യം തരൂല. അങ്ങനെ തന്നെ അല്ലേ? ഒരു കാറ്, സപ്പോസാണ് ഒരു കാറ് ഒരു ഇടുങ്ങിയ വഴികളിലൂടെ പോവുകയാണ്. ആ ഇടുങ്ങിയ വഴികളിലൂടെ പോകുമ്പോൾ എവിടെയും തട്ടുമുട്ടൊന്നും ചെയ്യൂല എന്ന് വിചാരിച്ചായിട്ട് പോയാലോ? തട്ടുമുട്ടൊന്നും ചെയ്യാതെ അടർത്തു. നേരെ മറിച്ച് ആടെ മുട്ടുവോ, ഇവിടെ മുട്ടുവോ, അവിടെ അതാകുമോ, ഇവിടെ വരുത്തുവോ, അപ്പോൾ നോക്കണം പറ്റുക. അങ്ങനെ ആട്ടാക്കുമോ, ആടെ വരുത്തിയിട്ടുണ്ടോ? മനസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. ഈ മജ്‌ലിസിന് കൊടുക്കന്നെ എത്രങ്ങാനും ഉറുപ്പ്യ ചിലവുണ്ടാവും. നിങ്ങളെ എന്തിനാ ഉസ്താദെ ബോക്സിനൊക്കെ എത്ര പൈസ കൊടുക്കുന്നത്? അതെന്ന് പറഞ്ഞാൽ ഈ ബോക്സ് ഒന്നും ഇപ്പോൾ സ്വന്തം ഇങ്ങനെ കയറി കുത്തിരിക്കൂലല്ലോ. ഇതിനൊക്കെ പൈസ പണി 5-8 ആൾക്കാർ ഇതിനെ പണിയെടുക്കേണ്ട മുത്തുമിനിങ്ങളെ. എത്ര ദിവസത്തെ പരിപാടി അവിടെ ഉള്ളത്? 11 ദിവസമോ? ചുരുങ്ങിയതൊരു 11,000 ഉറുപ്പ്യെങ്കിലും വാടക കൊടുക്കേണ്ടി വരും. ഞാൻ വെറുതെ പറഞ്ഞട്ടോ. 11,000 തങ്ങൾ പറഞ്ഞ 45,000 രൂപ ദിവസം കൊടുക്കണം. അതൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട അതൊക്കെ കൂടി ബലം എന്ത് കാട്ടുകയാണ്, ഇതൊക്കെ കൂടെ എന്താ കാട്ടുക നിങ്ങൾ വിചാരിക്കേണ്ട. ഈറ്റിങ്ങൾ ഈ പരിപാടി കഴിഞ്ഞാൽ ഒരു വയറ് കേടുന്നുണ്ടാവും, അത് മാറ്റണം. മിക്സർ കേടുന്നുണ്ടാവും, അത് മാറ്റണം. ബോക്സ് കേടുന്നുണ്ടാവും, അത് മാറ്റണം. ഇതൊക്കെ മാറ്റണ്ടേ? അതിനൊക്കെ വാടക കൊടുക്കേണ്ട മുത്തുമിനിങ്ങളെ. ഈറ്റിങ്ങൾ ഈ പൈസ കൂടി അട്ടിക്കൽ. ഈറ്റിങ്ങളെ പൈസ അട്ടിക്കുകയാണെങ്കിൽ MA യൂസുഫലിനെക്കാട്ടും വലിയ ആൾക്കാർ ഈ ഓപ്പറേറ്റർമാരാവൂലേ? ഒരു മാസത്തിൽ എത്ര പരിപാടി എടുക്കണം, എത്ര ഉറുപ്പ്യ കിട്ടുന്നുണ്ട്. പക്ഷെ അതൊക്കെ ചിലവാകുകയാണ്. അപ്പോൾ അതിൻ്റെ പൈസ കൊടുക്കണം ഐറ്റിങ്ങൾക്ക്. നമുക്കിവിടെ അവിടെ ലൈറ്റ് കത്തണം എന്ന് പറഞ്ഞാൽ മതി. അവിടെ ലൈറ്റ് കത്തിക്കണേ വയറ് കൊടുന്ന് പോകണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലോണം കൊടുത്തു. പിന്നെ ഇന്നത്തെ സെറ്റ് റാഹത്തുള്ള സെറ്റ് വേണം. അൽഹംദുലില്ലാഹ് നല്ല സെറ്റ്. തോനെ പൈസ വാങ്ങരുതിട്ടാ. മൊയിലേറെ പൈസ റാഹത്തുണ്ട് എന്ന് പറഞ്ഞില്ലേ, ഒരു 1000 രൂപ അധികം തരുമെന്ന് പറയരുത്. ഇവർ പറയില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നല്ല റാഹത്തുള്ള സെറ്റിങ്സും അല്ലാഹു അവരെ സെറ്റിങ്സിൽ അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അപ്പോൾ നല്ലൊരു സംഖ്യ കുറയരുതേ. ഞാൻ നാളെ കൊടുക്കാമെന്ന് വിചാരിക്കരുത്. നാളെ കൊടുത്താൽ ഇന്നത്തെ മാതിരി ആവില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ഇട്ടുകൊണ്ട് കൊടുത്താളേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നല്ലോണം അതിലേക്കായിട്ട് റാഹത്താക്കിയിട്ട് കൊടുത്താളേ. ബിസ്മില്ലാഹിർ റഹ്മാൻ. പഠിച്ചോൻ ബർക്കത്ത് ചെയ്യും. ഒരാളും ഒഴിഞ്ഞു പോകണ്ട. വേഗം ഒരാൾ പിരിച്ച മോനെ ഒന്ന് ഇളകി പിരിക്ക്. നിന്റെ ബാക്കിൽ തേന കൊടുക്കാണ്ടുള്ള ഇളകി പിരിച്ചുകൂടെ. ഒരാൾ പിരിച്ചാൽ പോരാ, ഒരാളും കൂടെ വരി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുത്തുമിനികളെ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം നമ്മുടെ തൗബയാണ്. പഠിച്ചോനെ സ്വീകരിക്കണേ റബ്ബേ. ഒരുപാട് ഉമ്മമാർ, പാവങ്ങൾ, ഒരുപാട് ആയിരക്കണക്കിന് ഉമ്മമാരാണ് നമ്മുടെ മജ്‌ലിസിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകിയിരിക്കുന്നത്. ആ ഉമ്മമാരൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടുജോലി ചെയ്ത് തളർന്ന് ക്ഷീണിച്ചവശരായിട്ടാണ് അവരൊക്കെ ഇന്ന് ഈ മജ്‌ലിസിലേക്ക് എത്തിയത്. പടച്ചോനെ അവരുടെയൊക്കെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ നീക്കി കൊടുക്കണേ റബ്ബേ. പലർക്കും പല ബുദ്ധിമുട്ടുകളാണ്.
എല്ലാവരുടെ വിഷമങ്ങളും നീ നീക്കിക്കൊടുക്കണേ റബ്ബേ. തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കരീം ദാരിമി ഉസ്താദ് അവറുകൾ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു പ്രധാന ഉദ്ദേശമുണ്ട്. ഈ മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് ആ ഉദ്ദേശം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റബ്ബേ. ഈ ഒരാൾ പിരിച്ചാൽ എവിടെ എത്തൂല കേട്ടോ. ഞാനിപ്പോൾ എഴുന്നേറ്റ് നിൽക്കും. കാരണം എനിക്ക് എവിടെ എത്തണം? എനിക്ക് വായക്കാടെത്തണം. ഇപ്പോൾ സമയം 12:11:26 ഇനി മൂലിയാർ എണ്ണീച്ചെന്ന് പറയരുത്. പിരിവിന് ഒരാൾ പോരാ. ഇപ്പം തേനിപ്പം ഞാൻ കൊടുക്കും. തേന് കൊടുത്താൽ പിന്നെ ആ പിരിവാടെ നിൽക്കും. ഒരാളും കൂടെ ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ തിരിയുന്നില്ല എന്നാ, ഭാഷ തിരിയുന്നില്ല എന്നാ തോന്നുന്നു. തിരിയുന്നുണ്ടോ? അപ്പോൾ അല്ലെങ്കിൽ ഒരു തൊപ്പിയെങ്കിലും എടുത്ത് പിരിക്കുക. ഒരാൾ തൊപ്പി എടുത്തിട്ട് പിരിച്ചോളി. മൂപ്പരയുടെ ബക്കറ്റായിട്ട് നിൽക്കുകയാണല്ലോ വെറുതെ. ആയിരക്കണക്കിന് സഹോദരിമാരവിടെ ഉണ്ട്. എല്ലാവരും കൊടുത്തോളണേ. പക്ഷെ അതെല്ലാവരും കൊടുക്കി. ബക്കറ്റായിട്ട് എന്താ വരാത്ത? ഇല്ല, അയാൾ അവിടെ വെറുതെ നിൽക്കണ മക്കാമിൻ്റെ മുമ്പിൽ. പിരിച്ചു കൊടുക്കുക. എല്ലാവരുടെ അടുത്തും ചെല്ലി. കയറി തങ്ങുമ്പോൾ തന്നെ കേരള മോനെ ബാക്കോട്ട് പോ. ഉസ്താദിൻ്റെ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തിയാക്കി കൊടുക്കണേ റബ്ബേ. ഉസ്താദിൻ്റെ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തിയാക്കി കൊടുക്കണേ റബ്ബേ. ഉസ്താദിന് ഖൈറും ബറക്കത്തും കൊടുക്കണേ റബ്ബേ. ഉസ്താദിൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചവർക്കൊക്കെ നീ മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ. ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ റഹ്മത്ത് കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ ആമീൻ. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരനാണ് ഇസ്മായിൽ യമാനി. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. മൂപ്പരുടെ മൂപ്പരുടെ കുട്ടീൻ്റെ രോഗം സുഖപ്പെടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അവരുടെ കുട്ടിയുടെ രോഗം എത്രയും പെട്ടെന്ന് നീ ഷിഫയാക്കി കൊടുക്കണേ റബ്ബേ. പൂർണ്ണ ഷിഫ കൊടുക്കണേ റബ്ബേ. അതുപോലെ തന്നെ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടുകാരൻ ഇബ്രാഹിം, ഇവരതാണ് ഇന്നത്തെ അബ്ദുൾ റസാഖ്. മൂപ്പര ജീവിതത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. ഇന്നത്തെ ഭക്ഷണം മൂപ്പരുടെ വകയാണ്. മൂപ്പര് ചിലപ്പോൾ ഒരു പക്ഷേ ഇന്നത്തെ ദിവസം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ആ ഒരു ദിവസമായിട്ട് വന്നാട് വെട്ടുന്നത്. പക്ഷേ അല്ലാഹുവേ, മൂപ്പര ജീവിതത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. ഇന്നത്തെ ദിവസത്തിൽ ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മുത്തുമിനികൾ എത്ര വലിയ ഭാഗ്യമാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അത് മൂപ്പർക്കാ പഠിച്ചോൻ കൊടുത്തത്. അൽഹംദുലില്ലാ. അല്ലാഹുവേ, ഖൈറും ബറക്കത്തും നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. അതുപോലെ തന്നെ ഇന്ന് എനിക്ക് ഭക്ഷണം തന്ന ഒരു ഇബ്രാഹിം എന്ന് പറയുന്ന ആളുണ്ട്. മൂപ്പരെ ജീവിതത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. മൂപ്പരുടെ കുടുംബത്തിലും ഐശ്വര്യവും അഭിവൃദ്ധിയും നീ കൊടുക്കണേ റബ്ബേ. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഓർക്കൊക്കെ അതുപോലെ തന്നെ അവിടുത്തെ ഉസ്താദ് ഇവിടെ മജ്‌ലിസിലുണ്ട്, റഹ്മാനി ഉസ്താദ്. മൂപ്പരെ ജീവിതത്തിലും നീ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റുള്ള ഉസ്താദുമാർ, ഇവരൊക്കെ മുന്നേ പരിചയമുള്ളവരാണ്. പഠിച്ചവനവർക്കൊക്കെ നീ ആഫിയത്തുള്ളത്. വിലക്ക് ഉസ്താദുമാർ വിലക്ക് ഇതിൽ പങ്കെടുത്തത് വരീദ്ദീൻ ഫൈസിയെ വിചാരിച്ചല്ല മുത്തൂമിനിങ്ങളെ. ഒന്ന് ഈ ദിക്റിൻ്റെ മഹത്വം, രണ്ട് ഖാജാ തങ്ങളുടെ പവർ, ഈ വിശുദ്ധമായ മഹാനവറുകളെ വിചാരിച്ച് പഠിച്ചവൻ ഉസ്താദുമാരൊക്കെ ജീവിതത്തിൽ നീ ഖൈറ് കൊടുക്കണേ റബ്ബേ. സന്തോഷം കൊടുക്കണേ റബ്ബേ. വിലക്ക് കുടുംബത്തിലും ജീവിതത്തിലും നീക്ക് ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. അതുപോലെ തന്നെ നമ്മളെ ഇക്ബാൽ ബാലില, അദ്ദേഹം നമ്മുടെ ഈ ലക്ഷ്മീശ്വരം അവിടേക്ക് പോയതാണ്. എന്തിനെന്നറിയോ? ഒരു ബിസിനസ് നടത്താനല്ല, ഒരു കച്ചവടം നടത്താനല്ല, മൂപ്പര് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല. ലക്ഷ്മീശ്വരത്തേക്ക് മൂപ്പര് പോയത് അവിടെ മദ്രസ സ്ഥാപിക്കുന്നുണ്ട്. ഉള്ളാളത്തൊരു പരിപാടി നടത്തിയില്ലായിരുന്നോ? ആ പരിപാടിയിൽ മദ്രസ സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ മദ്രസ സ്ഥാപിക്കാനുള്ള സ്ഥലവും സൗകര്യങ്ങളൊക്കെ രേഖകളൊക്കെ ക്ലിയർ ചെയ്ത് ഒരു മദ്രസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് പോയതാണ്. പഠിച്ചവനെ, മൂപ്പരെ ജീവിതത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. ഇക്ബാൽ ബാലിലയുടെ പിതാവ് മരിച്ചു പോയിട്ടുണ്ട്, ഖബർ വിശാലാക്കി കൊടുക്കണേ റബ്ബേ. മൂപ്പരുടെ പെങ്ങൾ ഇവിടെ ഉണ്ട്, ഇവിടെ താമസമുണ്ട്. മൂപ്പര ഓലൊക്കെ ജീവിതത്തിൽ നീ ഖൈറ് കൊടുക്കണേ റബ്ബേ. ഇവരുടെ മരുമകൻ്റെ
വാപ്പ ഹോസ്പിറ്റലിലാണ്, ഷിഫ കൊടുക്കണേ റബ്ബേ, ആഫിയത്തുള്ള ആരോഗ്യം കൊടുക്കണേ റബ്ബേ. ഇനി തേന് കൊടുത്താണ് മുത്തൂമിനിങ്ങളെ. ഇന്നത്തെ ദിവസം ഒരു പവിത്രതയുള്ള മഹനീയമായ മജ്ലിസിൽ ഇവിടെ ഇസ്മായിൽ യമാനിയുടെ ജ്യേഷ്ഠനയുടെ ഇവിടെ വരി, ഓടിപ്പാഞ്ഞു വരി. ഇന്നലെ ഈ മനുഷ്യൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ഇന്നും ഉറങ്ങിയിട്ടില്ല. ഇവരെ രക്തം ഒന്ന് പരിശോധിക്കണം. ഇന്നലെ രാത്രി 1 മണിക്കുണ്ട് ആ മനുഷ്യൻ ബൈക്കുമായിട്ട് എൻ്റെ കാറിൻ്റെ വയ്യാലെ വന്നിക്കണു. ഞാൻ വിചാരിച്ചു വേറെ ആരോ ആണ്. മൂപ്പര് വന്നിട്ട് എന്നോട് പറഞ്ഞ് ഞാൻ ഇസ്മായിൽ യമാനിയുടെ ജ്യേഷ്ഠ. അത് നിങ്ങൾ പറയണ്ട, നിങ്ങളെ മുഖത്ത് അറിയുന്നുണ്ട് തന്നെ. ആ 1 മണിയാകുമ്പോൾ മൂപ്പര് ബൈക്കായിട്ട് അവിടെ കാത്തിക്കാണ്. അത് കഴിഞ്ഞ് നമ്മൾ പിരിഞ്ഞു പോയാൽ പിന്നെ എന്താ ചെയ്യുക? പിന്നെ സുബിക്ക് വരാതിരിക്കണ്ടേ? ആ മനുഷ്യൻ സുബി ബാങ്ക് കൊടുക്കണ മുമ്പ് അപ്പോഴും അവിടെ തന്നെ അത് കാറിലും ആ മനുഷ്യൻ അവിടെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഉച്ചക്കും ആ മനുഷ്യനുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെയുണ്ട്. ആ മനുഷ്യൻ ഉറങ്ങിയിട്ടുണ്ടാവില്ലല്ലോ. എല്ലാവരും ദ്വാരം നടത്താണ്, ഒരു ആമയും പറഞ്ഞാണ്. വരി ഒരു തേങ്കുപ്പി എടുത്താണ്. പഠിച്ചവന് മൂപ്പരെ ജീവിതത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. ഇവരൊക്കെ പ്രവർത്തിക്കണം എന്തിനാണെന്നറിയാം മുത്തൂമിനിങ്ങളെ? ഒരു ദുആ കിട്ടാൻ വേണ്ടി മാത്രമാണ്. മനസ്സിലായില്ലേ? പഠിച്ചവനൊക്കെ ജീവിതത്തിൽ നീ ഖൈറ് കൊടുക്കണേ റബ്ബേ. ഈ ഒരു കുപ്പി തേന് ബിസ്മില്ലാഹിർ റഹ്മാൻ, എല്ലാവരും ഒരു കുപ്പി തേൻ വാങ്ങിക്കൊള്ളി. തങ്ങളൊന്ന് കൈ ഇങ്ങനെ വെക്കും, കൊണ്ടുപോണ കുപ്പിയിലൊന്ന് കൈ വെക്കും. മന്ദിരിച്ചൂതേണ്ട ആവശ്യമില്ല. കാരണം സദസ്സിൽ വെച്ച സാധനം മന്ദിരിക്കണ്ട എന്ന് പറഞ്ഞത് മഹാനായ ഷെയ്ഖുന കോയക്കുട്ടി ഉസ്താദ് അവറുകൾ. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, ഒരു വലിയ സ്റ്റേജിൽ അന്ന് ഞാൻ പ്രസംഗിക്കുകയാണ്. വലിയ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി നല്ല ഉയരമുള്ള സ്റ്റേജിൽ അന്ന് ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തിലാണ് മഹാനായ കോയക്കുട്ടി സാർ ഇങ്ങനെ കയറി വരുന്നത്. ഈ സ്റ്റെപ്പ് കണ്ടപ്പോൾ കോയക്കുട്ടി സാറെ മൈക്ക് താഴോട്ടാണ്ട് ഇറക്കിയാളി, ഞാൻ ഇവിടുന്ന് പറഞ്ഞോളാം, എനിക്കണ്ട് കയറാൻ കഴിയില്ല. കുടുങ്ങിയിലെ കമ്മിറ്റി ഭാരവാഹികൾ. അങ്ങനെ അവസാനം സാറിൻ്റെ കൈ പിടിച്ച് ഈറ്റിങ്ങൾ എന്ത് നമുക്ക് ചെറുപ്പക്കാർക്ക് തോന്നും ഇതെന്താ 2 സ്റ്റെപ്പായിട്ട് കയറിയാൽ എന്താന്ന്. കൈയും കാലൊക്കെ ഒന്ന് തളർന്നു, ഒന്ന് കുറച്ച് പ്രായമായോക്കണം, ഇതൊന്ന് കയറണ്ടെന്ന് തോന്നും. മനസ്സിലായിട്ടില്ല? അതുകൊണ്ടാണ് വല്ലതൊക്കെ പറയണത്. അല്ലാതെ ആരോടുള്ള ദേഷ്യവും വെറുപ്പൊന്നുമല്ല. അന്നത്തെ സദസ്സിൽ ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഇതേമാതിരി തേൻകുപ്പി ഉണ്ടായിരുന്നു അവിടെ. അന്ന് മന്ദിരിക്കണമെന്ന് ഞാൻ ആ ഉസ്താദിനോട് പറഞ്ഞിരുന്നു. ഉസ്താദ് പറഞ്ഞു, സദസ്സിൽ വെച്ച തേന് മന്ദിരിക്കേണ്ട ആവശ്യമില്ല, നമ്മളെക്കാളും ഹൈറുള്ള ആളുകൾ അത് മന്ദിരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മഹാന്മാരായ മലക്കുകൾ, മഹത്തുക്കളായ സ്വാലിഹ്യങ്ങളൊക്കെ അത് മന്ദിരിച്ചിട്ടുണ്ടാവും. നമ്മളായിട്ട് അതിൽ മന്ദിരിക്കണ്ടാവും. സദസ്സിൽ വെച്ചാൽ തന്നെ അത് മന്ത്രമാണ്. മഹാനായ സയ്യിദ് അവറുകൾ അവരുടെ ഷറഫാക്കപ്പെട്ട കൈ അതിൻ്റെ മുകളിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങളെ കയ്യിലേക്ക് കൊണ്ടുവരാൻ. ഒന്നിന് 100 രൂപയാണ്. വളരെ കുറഞ്ഞ തേങ്കുപ്പിയുള്ളൂ. എല്ലാവരും ഒരു കുപ്പി പിടിമ്പരിയുമായി കൂടിയോളി. കാരണം ഇല്ലെങ്കിൽ അത് കിട്ടൂല. കിട്ടാഞ്ഞാൽ ഇന്നത് കൊണ്ടുപോയിട്ട് ഇത് സൂക്ഷിച്ച് അതിൻ്റെ മുകളിൽ എഴുതി വെച്ചാലുണ്ട് ഷാബാൻ 15 അന്ന് കിട്ടിയ തേനാണെന്ന്. ഇതിലൊരു പ്രത്യേകത ഉണ്ട്, ഇതിലൊരു ഫാദലുണ്ടാവും. അതുപോലെ തന്നെ ഈ മഹാനവരുടെ എത്ര ക്യാൻസർ മാറിയ കഥ തങ്ങൾ പറഞ്ഞില്ലേ, മക്കളുണ്ടായ കഥ പറഞ്ഞില്ലേ, എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ സരസ്സെന്ന് തീർന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ തേൻ വാങ്ങിക്കൊള്ളി, കൊടുക്കുക, എല്ലാവരുടെ കയ്യിലും കൊടുക്കി. ബിസ്മില്ലാ. ഇത് നമ്മൾ ആ ഭക്ഷണം തന്നാൽ കൊടുക്കില്ല, തങ്ങളൊന്ന് കൈ വെച്ചോട്ടെ തേന്മേൽ. എല്ലാവരും തങ്ങളൊന്ന് കൈ വെക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് വാങ്ങിക്കളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും അതാ മുമ്പരെടുത്ത് കൊടുക്കി. തങ്ങളെ കൈ കൊണ്ട് വാങ്ങിക്കൊള്ളി. എല്ലാവരും അവിടെ ആ സദസ്സിലുള്ളവർ അവിടെ നിന്നാൽ മതിയേ. കാരണം അതാ കുപ്പി തേൻ, ആ കുപ്പിയും തങ്ങൾ എടുത്ത് കൊടുക്കി. എല്ലാവരും നിങ്ങൾ ഇത് കൊണ്ട് കൊടുക്കി, മോനെ കൊണ്ട് കൊടുക്കുക, എല്ലാവരും കൊണ്ട് കൊടുക്കുക. മാഷാ അല്ലാഹ് എല്ലാവരും ഒരു കുപ്പി വാങ്ങി. തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈ വെച്ച തേനാണ്. ഒന്നും നഷ്ടപ്പെടുത്തി കളയണ്ട. പടച്ചോനെ നീ ബറക്കത്ത് നൽകണേ റബ്ബേ. അവിടെ ഇരുന്നോളി. എല്ലാവരും അവിടെ ഇരുന്നോളി. ഇങ്ങോട്ട് വരരുതേ. ഈ ഉപ്പ വന്നത് ഒന്നും ഇങ്ങോട്ട് വരരുതേ. വന്നാൽ എന്താണെന്നറിയാം, ഈ വയറൊക്കെ തട്ടും. ഇതൊക്കെ ഇങ്ങോട്ട് വരണ്ട, ഇങ്ങോട്ട് വരരുതേ. ഇങ്ങോട്ട് വന്ന ഈ വയറ് തട്ടും. ഈ വയറ് തട്ടിപ്പോവും. വയറ് തട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വിഗും. അതുകൊണ്ടാണ് വരണ്ടെന്ന് പറഞ്ഞത്. അല്ലാതെ നിങ്ങളോട് ആരോടും ദേഷ്യം ഉണ്ടായിട്ടല്ലേ. എല്ലാവരും കൊണ്ട് കൊടുക്കുക. എല്ലാവരും തേന് വാങ്ങിയിട്ട് പോയി. എല്ലാവരും തേൻ കുപ്പി വാങ്ങി. പടച്ചോനെ നീ ബറക്കത്ത് നൽകണേ റബ്ബേ, സന്തോഷം നൽകണേ റബ്ബേ. തേന് വാങ്ങുന്നോ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ തേന് കൊടുക്കുന്നവർ വാങ്ങുന്നവരല്ല കേട്ടാ, തേന് കൊടുക്കുന്നവർ പൈസ വാങ്ങണ്ട എന്ന് പറഞ്ഞാൽ അത് പിന്നെ നേരം വഴുകും. അത് പൈസ വാങ്ങാൻ ഒരാൾ ബക്കറ്റുമായിട്ട് അങ്ങനെ പോയിക്കോളി ബാക്കിൽ. അത് ഓരോരുത്തരുടെ കൈമലും ബക്കറ്റുമായിട്ട് ചെല്ലുമ്പോൾ ഓരോതിലേക്ക് ഇട്ട് കൊടുത്തോളൂ. തേൻ വേഗം വേഗം കൊടുക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു കുപ്പി തേൻ എല്ലാവരും വാങ്ങി. ബിസ്മില്ലാ.
ഗാളിമുഖത്ത് 4-ാം തീയതി മാർച്ച് 4-ന് ഗാളിമുഖം എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് 4-ാം തീയതി നൂറെ ജുമീർ നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലൊക്കെ പങ്കെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകും. ആറാവട്ടെ. അള്ളാഹുവിന് തൗഫീഖ് നൽകണേ റബ്ബേ. എല്ലാവരും തൂപ്പിത്തേ വാങ്ങിയാണ്. വിശുദ്ധമായ ഈ പവിത്രതയുള്ള ഈ രാവിലെ ഈ മാസത്തിൽ പാണാജെ അവിടെ 2-ാം തീയതി അസറിന് ശേഷം നടക്കുന്നവരുടേതാണോ? അസറിന് ശേഷം നടക്കണല്ലേ? അസറിന് ശേഷം ഇവിടെ ഒരു പാണാജ നടക്കുന്നുണ്ട്. മുത്തുമിനിങ്ങളെ എല്ലാവർക്കും ഒരു പരാതിയാണ്, സദാ ഈ രാത്രി നടത്തിയിട്ട് ഞങ്ങൾക്കൊന്നും വരാൻ പറ്റണില്ല. ഒന്ന് വരാതിരിക്കാണ്ടായ കാരണം തിരിച്ചു പോകാൻ കഴിയണില്ല. എല്ലാവർക്കും ഒരു സൗകര്യം. എന്താണ് പാണാജെ? പാണാജെ അല്ലേ? പാണാജെ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് മാർച്ച് 2 ശനിയാഴ്ച അല്ലത്, ശനിയാഴ്ച മാർച്ച് 2 ശനിയാഴ്ച അസർ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇൻഷാ അല്ലാഹ് പാണാജെ നമ്മുടെ മജ്ലിസ് നടക്കുകയാണ്. എല്ലാവരും അവിടെ വരണം ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഷഅബാനിലെ ഒരു പക്ഷേ സദസ്സുകൾ കുറഞ്ഞു വരുമല്ലേ, റമദാനിലേക്ക് അടുക്കുകയാണ്. ഇനി വളരെ കുറഞ്ഞ ദിവസം മാത്രമേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ കരുണക്കടലായ റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്ത് റബ്ബിലേക്ക് അടുക്കേണ്ട സമയങ്ങളാണ്. പടച്ചോനെ സ്വീകരിക്കണേ റബ്ബേ. അപ്പം മുത്തുമിനിങ്ങളെ ആ തേൻ കൊടുത്ത് കഴിയുന്നതിൻ്റെ ഇടയിൽ ഈ വിശുദ്ധമായ ഷഅബാനിൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊന്നും ചെല്ലണ്ടെന്നൊന്നുമല്ല, മനസ്സിലായില്ലേ? ഇന്നത്തെ ദിവസത്ത് നല്ലോണം ചൊല്ലും, നാളെ അങ്ങനെ കടന്നുറങ്ങും. സുബീൻ്റെ നേരത്ത് കടന്നുറങ്ങരുതേ. നാളെ ഇന്ന് ബർക്കത്തുള്ള ദിവസമാണ്. നാളെ രാവിലെ ഒന്ന് പ്രഭാത സമയം എന്ന് പറഞ്ഞാൽ തന്നെ ബർക്കത്തുള്ള സമയമാണ്. ആ സമയത്ത് ഉറങ്ങുന്നവർ ആ ഉറക്കത്തിൻ്റെ പേരാണ് ഐലൂലത്തിൻ്റെ ഉറക്കം. പകലിലെ ഉറക്കം 5 തരായ ഉറക്കമാണ്. 1 ഐലൂലത്ത്, 2 ഫൈലൂലത്ത്, 3 ഖൈലൂലത്ത്, 4 ഖൈലൂലത്ത്, 5 ഖൈലൂലത്ത്. ഇതിങ്ങനെ അറബിയിലെ ഇതായതുകൊണ്ട് നാളെ കുട്ടിക്ക് പേരിടാൻ നിൽക്കണ്ട. ഇത് ഉറക്കത്തിൻ്റെ പേരാണ്. ഐലൂലത്ത് എന്ന് പറഞ്ഞാൽ ഫജ്ർ സ്വാദിഖ് വെളിവായോടം മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള ഉറക്കത്തിൻ്റെ പേരാണ് ഐലൂലത്തിൻ്റെ ഉറക്കം. ഐലൂലത്ത്. ആ ഉറക്കം ഉറങ്ങിയാൽ ഭൂമി കടന്ന് കരയുന്നതാണ്. ആ ഉറക്കം ഉറങ്ങിയാൽ അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമില്ലാത്ത ഉറക്കമാണ് ആ ഉറക്കം. സുബഹി നിസ്കരിച്ചുറങ്ങിയാലും നിസ്കരിക്കാതുറങ്ങിയാലും ആ ഉറക്കം കൊണ്ട് ബർക്കത്തില്ലാതെയായി പോകും. അപ്പം ഇന്ന് രാത്രിയൊക്കെ നല്ലോണം ഇബാദത്ത് ചെയ്യണം. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആയിഷ ബീവി കണ്ടെത്തിയത് അർദ്ധരാത്രിയിലാണ്. മനസ്സിലായില്ലേ? ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ യാസീൻ ഓതി, സൂറത്തുൽ ദുഖാൻ ഓതി, അതുപോലെ തന്നെ യാ ഹയ്യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്നുള്ള ദിക്ർ ചൊല്ലി, അതുപോലെ തന്നെ യാ ഹയ്യു എന്താണ് ഒരു ദിക്റില്ലേ, ذو أنات എന്ന് പറഞ്ഞൊരു ദിക്റുണ്ടല്ലോ, ലാ ത്വാഖത ലനാ വഅഫു അന്നാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന വിശുദ്ധമായ ദിക്ർ. ആ ദിക്റൊക്കെ ചൊല്ലി ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ. അതൊക്കെ കഴിഞ്ഞ് ഇശാക്ക് കഴിഞ്ഞ് അങ്ങനെ കടന്നുറങ്ങണ്ട. ആ ദിക്റിനൊക്കെ ശേഷം അദ്കാറുൽ മസാ ചൊല്ലി ഇനിയും കടന്നുറങ്ങണ്ട. പോയിട്ട് പാതിരാ സമയത്തിൽ മുത്തുനബി തങ്ങൾ എഴുന്നേറ്റ് കരഞ്ഞ സമയമാണല്ലോ. ആ സമയം ആലോചിച്ച് കരഞ്ഞോളൂ. ഇന്നത്തെ മജ്‌ലിസ് കഴിഞ്ഞ് വീട്ടിലെത്തി കടന്നുറങ്ങണ്ട. പടച്ച റബ്ബിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു തരുന്ന ദിവസമാണ്. പടച്ചോനെ, എൻ്റെ ഇച്ഛയുടെ ഹൃദയത്തിൽ എന്നോട് സ്നേഹം കൂട്ടിക്കൊടുക്കണേ. റഹ്മാന റബ്ബ് കൂട്ടിക്കൊടുക്കും. പടച്ചോനെ, എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാക്കണം. പടച്ചോൻ നന്നാക്കും. പടച്ചോൻ എന്നെ നല്ലവരുടെ കൂട്ടത്തിൽ നീ ചേർത്തി തരണേ. അള്ളാഹു നമ്മെ നല്ലവരുടെ കൂട്ടത്തിൽ ചേർത്തി തരും. ഇങ്ങനെ എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകുന്ന സമയം. പക്ഷേ ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ തഹജ്ജുദ് ഉപേക്ഷിക്കരുത്. തഹജ്ജുദ് നിസ്കരിക്കണമെങ്കിൽ കുറച്ച് നേരം ഉറങ്ങണം. അപ്പോൾ കുറച്ച് നേരം ഉറങ്ങിയിട്ട് തഹജ്ജുദ് നിസ്കരിക്കുക. വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന മനുഷ്യന്മാർ, അള്ളാന്റെ ഇഷ്ടപ്പെട്ട നാസന്മാരെ എണ്ണിയ ഭാഗത്തിൽ രാത്രിയിൽ എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കുന്ന
ബാങ്ക് കൊടുത്താൽ അതുപോലെ തന്നെ തഹജ്ജുദ് കഴിഞ്ഞ് അത്തായം കഴിക്കല്ലോ, അത്തായം കഴിക്കണല്ലോ. അത്തായം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ സൊറ പറയരുത്, എന്തെങ്കിലുമൊക്കെ ഖുർആൻ ഓതണം. സഹോദരിമാരെ, നിങ്ങൾ പാത്രം കഴുകുന്ന സമയത്തിലെങ്കിലും നിങ്ങൾക്ക് ഒന്നും ഓതാൻ, ഖുർആനിൽ നിന്നൊന്നും ഓതാൻ നിങ്ങൾക്കറിയില്ല, സൂറത്തുൽ ഇഖ്ലാസ് മാത്രമാണ് ഓതാൻ കഴിയുക. എന്നാൽ പാത്രം കഴുകുന്ന വേളയിലും ആ ഖുർആൻ ഓതിക്കോളൂ. കാരണം ഖുർആൻ ഓതാൻ ഏറ്റവും അഫ്ളലായ സമയം അത്തായത്തിന്റെ സമയമാണ്. മൻ വഖറൽ ഖുർആന ഫഖദ് വഖറഹുല്ലാഹ്. ഒരു മനുഷ്യൻ ഖുർആനെ ബഹുമാനിച്ചാൽ അല്ലാഹുവിനെ ബഹുമാനിക്കും. ഖുർആനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുക എന്നല്ലാണ്. സാവധാനം വറത്തിലിൽ ഖുർആന തർതീല. അങ്ങനെ മുത്തുമിനിങ്ങളെ ബാങ്ക് കേട്ടാൽ ആണുങ്ങളൊക്കെ പള്ളിയിലേക്ക് പോകണം. ഇന്ന് കടന്നുറങ്ങരുത്. ഈ ഉറക്കം ഉറങ്ങിയാൽ, നാളെ സുബഹിക്ക് ഉറങ്ങിയാൽ ഭൂമി കടന്നിങ്ങനെ കരയും. അല്ലാഹു റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്ത സമയമാണ്. അങ്ങനെ ബാക്കിയുള്ള സമയങ്ങളിൽ, പകൽ സമയത്തിലൊക്കെ ധാരാളം ഇബാദത്ത് ചെയ്യാം, സ്വലാത്ത് ചൊല്ലുക, മറ്റന്നാളിൽ സ്വലാത്ത് ഇല്ല. അങ്ങനെ സ്വലാത്തിന്റെ മാസം കൂടെയാണ് ഈ പവിത്രതയുള്ള ശഅബാൻ. തീരാൻ പോവാണേ മുത്തുമിനിങ്ങളെ, 14 ദിവസം കൂടെയാണ് ഇനി നമ്മുടെ ഇടയിൽ ശഅബാൻ ഉണ്ടാകുകയുള്ളൂ. 14 ദിവസം കഴിഞ്ഞാൽ സ്വലാത്തിന്റെ മാസം കഴിഞ്ഞു പോയി. ഈ ദിവസത്തിൽ നമ്മൾ ധാരാളം സ്വലാത്ത് ചൊല്ലണം. സ്വലാത്ത് ചൊല്ലി ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയം നമ്മുടെ ഹൃദയത്തിലേക്ക് വർദ്ധിപ്പിച്ച് കൊണ്ടുവരണം. നബി തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ ചര്യ പിൻപറ്റുക എന്നല്ല. അങ്ങനെ ചില ആളുകൾ പറയാറുണ്ട്, നബി തങ്ങളുടെ ചര്യ പിൻപറ്റലാണ് നബി തങ്ങളോടുള്ള പ്രണയം എന്ന് പറഞ്ഞാൽ. ആര് പറഞ്ഞു നബി തങ്ങളുടെ ചര്യയാണ് നീണ്ട താടി വെക്കുക എന്നുള്ളത്? ഒരാൾ നീണ്ട താടി വെച്ചു, അവനക്ക് പ്രണയമൊന്നുമില്ല, അവൻ മുഅ്മിൻ എന്ന് പറയാൻ, യഥാർത്ഥ മുഅ്മിൻ എന്ന് പറയാൻ അവനെ കൊണ്ട് പറ്റുകയില്ല. ഒരു മനുഷ്യൻ ഹബീബാ നബി തങ്ങളുടെ തിരുസുന്നത്തുകൾ മുറുകെ പിടിച്ചതുകൊണ്ട് അവൻ പരിപൂർണ്ണ മുഅ്മിനാകൂല. മുഅ്മിനാകണോ, അവൻ ഹബീബിനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കണം. മഹാനാകുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി തങ്ങൾ പറഞ്ഞത് അത് തന്നെയാണ്. നീ നിന്റെ സ്വന്തം ശരീരത്തിനേക്കാൾ എന്നെ പ്രണയിക്കാത്ത കാലത്തോളം ഉമറെ നിങ്ങൾ പരിപൂർണ്ണ മുഅ്മിനാകുകയില്ല. ഹബീബിനെ സ്നേഹിക്കണം, പ്രണയം വെക്കണം, ഇഷ്ക് വെക്കണം, മഹബ്ബത്ത് വെക്കണം. മനസ്സിലായിട്ടില്ല? എങ്ങനെ പറഞ്ഞാലും ശരി, എങ്ങനെ പറഞ്ഞാലും ശരി, ഇഷ്ക് എന്ന് പറയാൻ പറ്റില്ല, ഇഷ്കൊക്കെ പറയാം. പ്രണയത്തിൽ എന്ത് പറയാം? പ്രണയത്തിന്റെ വാക്കിന് അർത്ഥമല്ല. പ്രണയ വാക്കുകൾക്ക് അർത്ഥം വെക്കുന്നത് അബദ്ധമാണ്. പഴയകാലത്ത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് 2 കുഞ്ഞു കുരുവികൾ തമ്മിൽ സംസാരിച്ചു. ഒരു കുരുവി മറ്റൊരു കുരുവിനോട് പറയാം, പെൺകുരുവിനോട് പറയാൻ, ഞാൻ പറയണത് കേട്ടില്ലെങ്കിൽ ഈ കാണുന്ന മല ഞാൻ നിന്റെ ദേഹത്തേക്ക് വലിച്ചെറിയും. അപ്പൊ ഈ വാക്ക് കേട്ടപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം ചിരിച്ചുപോയി. സുലൈമാൻ നബി അലൈഹി സ്വലാമിന് പഠിച്ചവൻ ആ കൈ കൊടുത്തുണ്ടല്ലോ. സുലൈമാൻ നബി അലൈഹി സ്വലാം ചിരിച്ചപ്പോൾ കുഞ്ഞുക്കുരുവി ചോദിച്ചു, എന്തിനങ്ങൾ ചിരിച്ചത്? സുലൈമാൻ നബി സ്വലാം പറഞ്ഞു, കുരുവി, ആ കാണുന്ന മലയുടെ മുകളിൽ ഒരു വൃക്ഷമുണ്ട്, ആ വൃക്ഷത്തിൻ്റെ മുകളിൽ ഒരു ഇലയുണ്ട്, ആ ഇല പൊക്കാൻ നിന്നെ കൊണ്ട് കഴിയൂല. അങ്ങനെ തന്നെ ഈ മലയെടുത്ത് പൊക്കിയിട്ട് നിന്റെ കാമുകിയുടെ ദേഹത്തേക്ക് വലിച്ചെറിയെന്ന് പറഞ്ഞാൽ ആരായാലും ചിരിച്ചു പോലെയെന്ന്. അപ്പം ഈ കുഞ്ഞുക്കുരുവി അടി ചിരിച്ചു എന്നാണ്. ചിരിച്ചപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിച്ചു, നീ എന്തിനാ ചിരിച്ചത്? കുഞ്ഞുക്കുരുവി പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ പറഞ്ഞ വർത്താനം പ്രണയവർത്താനാണ്. ഈ പ്രണയവർത്താനത്തിന് അർത്ഥം വെക്കാൻ നിന്ന നിങ്ങളെത്ര വിഡ്ഢിയാണ് എന്നാലോചിച്ച് ചിരിച്ചു പോയതാണ്. ആലോചിച്ച് നോക്കി, പ്രണയവാക്കിന് അർത്ഥം വെക്കരുത്. മനസ്സിലായിട്ടില്ല? അതിന് ഇസ്ലാമിൻ്റെ ശരീഅത്തിനെതിരല്ലാത്ത പ്രണയത്തിന്റെ വാക്കുകൾ, ഇഷ്കിന്റെ വാക്കുകൾ, മഹബ്ബത്തിന്റെ വാക്കുകൾ നമ്മുടെ വായിലൂടെ വരണം. സ്വഹാബത്ത്, മഹാനായ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സ്വർഗത്തിലേക്ക് കടക്കുന്ന സ്ത്രീകളുടെ കൂട്ടത്തിലെ നാളെ മഹ്ശറയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ പെണ്ണുങ്ങൾ 4 വരിയിൽ നിൽക്കും. ഒന്നാമത്തെ വരിയിൽ മഹദിയായ മറിയം ബീവിയാണ്, രണ്ടാമത്തെ വരിയിൽ ആസിയ ബീവിയാണ്, മൂന്നാമത്തെ വരിയിൽ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജയാണെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ. ഖദീജ ബീവി നിസ്കരിച്ചോ? ഖദീജ ബീവി ദിക്റില്ല പെണ്ണാണോ? ഖദീജ ബീവി നമ്മൾ എത്ര ഖുർആൻ ഓതിയിട്ടുണ്ടോ? ഖദീജ ബീവി എന്താ ഇതിന് മാത്രം ചെയ്തത്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആത്മാർത്ഥമായി ഹബീബിനെ ഇഷ്ടം വെച്ചു എന്നുള്ളൊരൊറ്റ കാരണത്താൽ. അങ്ങനെ എത്ര സ്വഹാബികൾക്ക് അല്ലാഹു വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്.
മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാളെ മഹ്ശറിൽ ചീഫ് ഗസ്റ്റ് ആണ്, ചോദ്യമില്ലാത്ത ആളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മെലിഞ്ഞ ശരീരമുള്ള, നീണ്ട കഴുത്തുള്ള, വിശാലമായ നെറ്റിത്തടമുള്ള, കവിളിക്കുഴിയിലേക്ക് ഇറങ്ങിയ, കണ്ണ് കുഴിയിലേക്ക് ഇറങ്ങിയ, കവിളൊട്ടിയ, ദഖനിന്റെ മുകളിൽ മാത്രം രോമമുണ്ടായിരുന്ന, ഏതു സമയത്തിലും നീളക്കുപ്പായം ധരിച്ച് എപ്പോഴും ആ മുഖത്ത് പുഞ്ചിരി ഉണ്ടായിരുന്ന, മുത്തനബി തങ്ങളുടെ വഫാത്തിന്റെ സമയം വരെ സൗമ്യ സംസാരത്തിന്റെ ഉടമയായ, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറിയിരുന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാളെ മഹ്ശറയിലൂടെ കടന്നുപോയി നേരെ സ്വർഗത്തിലേക്ക് കടക്കും. എൻ്റെ അബൂബക്കറിന് ഹിസാബില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്താ ഇത്രയും വലിയ പവർ കൊടുക്കാൻ കാരണം? അബൂബക്കർ തങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ പ്രണയം, അളക്കാൻ കഴിയാത്ത പ്രവാചക പ്രണയം കൊടുത്തു. അല്ലാഹു സ്വർഗം കൊടുത്തു. അങ്ങനെ എത്ര പേര്. ഒരു അംറുബുൽ ജമൂ തങ്ങളുണ്ട്, കറുത്ത മനുഷ്യനാ, ഒരു കാലിൻ്റെ വളവ, കുഞ്ഞു വീടാണ് അംറുബുൽ ജമൂ തങ്ങളത്. 4 മക്കളുണ്ടായിരുന്നു, 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. 2 ആൺകുട്ടികളും ഉഹദ് രണഭൂമിയിൽ സെലക്റ്റാണ്, റെഡിയാണ് ഉഹദിലേക്ക് പോകാൻ. അങ്ങനെ മഹാനവറുകൾ ബദറിൽ പങ്കെടുത്തിട്ടില്ല. പങ്കെടുത്തു എന്ന് പറയണവരുണ്ട്, പങ്കെടുത്തിട്ടില്ല എന്ന് പറയണല്ലോ. പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രബലം. അങ്ങനെ പിന്നെ അംറുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുക്കാത്ത വിഷമം മഹാനവറുകൾക്കുണ്ട്. കാരണം ഇന്ന് വരെ യുദ്ധം ചെയ്യാത്ത ആളാണ് അംറുൽ ജമൂഹ് തങ്ങൾ. പാവം. കാരണം യുദ്ധം ചെയ്യാതിരിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ കാലുകൊണ്ട് നടക്കാൻ പറ്റൂല എന്നുള്ളതാണ്. അങ്ങനെ ഈ ഉഹദിലേക്ക് ഇങ്ങനെ, ഉഹദ് നബി തങ്ങളെ മദീനത്തെ പള്ളിയിൽ നിന്ന് ഉഹദിലേക്ക് 7 കിലോമീറ്ററാണ്. മരുഭൂമി കൂടെ ഇങ്ങനെ സ്വഹാബത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ മഹാനായ അംറുൽ ജമൂഹ് തങ്ങൾ ദൂരത്ത് നിന്ന് കണ്ടപ്പോൾ ബഖിൻ ബഖിൻ യാ റസൂലല്ലാഹ്, നിക്കി നബി, നിക്കി യാ റസൂലല്ലാഹ്. പാവം നിരങ്ങി വന്നിക്കണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തെത്തി. നബി തങ്ങൾ ചോദിച്ചു, മാ ഹമലക യാ അംറു, എന്തിനാ അംറേ വന്നത്, എന്തേ ഇപ്പൊ കാര്യം? അപ്പൊ അംറ തങ്ങൾ പറയാണ്, ഇന്നി ഉരീദു അൻ അകൂന മിൻ അഹ്ലിഹാ യാ റസൂലല്ലാഹ്, ഞങ്ങളെ കൂടെ കൂടട്ടെ നബിയെ, ഞങ്ങളെ കൂടെ യുദ്ധത്തിന് വരട്ടെ യാ റസൂലല്ലാഹ്. അപ്പൊ നബി തങ്ങൾ അദ്ദേഹത്തിന് അങ്ങോട്ട് കൂട്ടാനിരിക്കുകയാണ്. അവർ 2 ആൺമക്കൾ ചാടി ഇങ്ങോട്ട് വീണിട്ട് പറഞ്ഞു, നബിയെ ഇത് ഞങ്ങളെ വാപ്പയാണ്, ഇനി ഞങ്ങളെ വീട്ടിൽ ഒരു ഉമ്മയും 2 പെങ്ങന്മാരും ഉള്ളത്. ഈ വാപ്പാക്ക് ഇന്ന് വരെ യുദ്ധം ചെയ്യാൻ അറിയില്ല, യുദ്ധം കണ്ടിട്ട് പോലുമില്ല. ഈ വാപ്പാനെ അവോയ്ഡ് ചെയ്യണം, ഈ വാപ്പാനെ വീട്ടിലേക്ക് പറഞ്ഞേക്കണം, മുത്തുനബിയെ കൂട്ടരുത്. ഇതങ്ങോട്ട് കേട്ടപ്പോൾ, കൂട്ടരുതെന്ന് കേട്ടപ്പോൾ അംറുൽ ജമൂഹ് തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. കരയുന്ന അംറിന്റെ തലയിൽ കൈവച്ച് നബി തങ്ങൾ പറഞ്ഞു, ലൈസ അലൽ അറജി ഹഖ്ഖുൻ അലൽ ജിഹാദ്, മുടന്തന്റെ മേൽ യുദ്ധം വേണ്ടതില്ല, യുദ്ധം നിർബന്ധമില്ല, വീട്ടിലേക്ക് പോയിക്കോ. മുടന്തൻ എന്നുള്ള വാക്ക് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല. അംറേജ് വരണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോ സഹിക്കും. മുടന്തന്റെ മേൽ യുദ്ധം നിർബന്ധമില്ല. ഇതങ്ങട്ട് പറഞ്ഞപ്പോ അംറുൽ ജമൂഹ് തങ്ങള് സ്വന്തം മകന്റെ ഊരയിൽ നിന്ന് പടവാളങ്ങട്ട് ഊരിയെടുത്തിട്ട് ഈ വളഞ്ഞ കാല് മുത്തുനബി തങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ നീട്ടിയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഈ കാല് എൻ്റെ അമ്മയും ബാപ്പിയും തന്ന കാലല്ല നബിയേ, ഇതെന്റെ റബ്ബ് തന്ന കാലാണ്. ഈ കാലായിട്ട് ഞാൻ ഈ ദുന്യാവിൽ ജീവിക്കുമ്പോൾ ആരും എന്നെ വില കൽപ്പിക്കാറില്ല. കുടുംബത്തിൽ പോയി ഞാനൊരു അഭിപ്രായം പറഞ്ഞ മുടന്തന്മാർ അഭിപ്രായം പറയണ്ടെന്ന് പറയും. അങ്ങാടി പോയി വല്ല സാധനങ്ങളും കടം ചോദിച്ച മുടന്തന്മാർക്ക് കടം തരില്ല എന്ന് പറയും. എവിടെ പോയാലും മുടന്തൻ 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 എന്ന പേര് മാത്രം കേൾക്കും. മുത്തുനബിയെ നാളങ്ങളൊക്കെ കിടക്കണ സ്വർഗത്തിലും കാലുകുത്താൻ എന്റെ മുടന്തിന് കഴിയൂല എങ്കിൽ ഞാൻ ഈ കാല് മുറിച്ച് മാറ്റുകയാണ് യാ റസൂലല്ലാഹ് എന്നും പറഞ്ഞിങ്ങോട്ട് പടവാളെടുത്ത് മുറിച്ചു മാറ്റാൻ ഇങ്ങോട്ട് ഒരുങ്ങുമ്പോ ചടപടോ എന്നും പറഞ്ഞ് മഹാനാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം ഓടി അങ്ങോട്ട് ഇറങ്ങി വന്ന് അംറുൽ ജമൂഹ് തങ്ങളുടെ കയ്യിൽ നിന്ന് ആ പടവാൾ അങ്ങോട്ട് പിടിച്ചു വാങ്ങി. എന്നിട്ട് മുത്തുനബി പറഞ്ഞു, നബിയെ ആ വാള് വാങ്ങിക്കളാം,
അല്ലെങ്കിൽ അമ്രിപ്പോൾ കാല് മുറിച്ചു മാറ്റും. അമ്ര മുറിച്ചു മാറ്റും അമ്രിന്റെ കാല്. അമ്ര യുദ്ധത്തിന് വന്നോട്ടെ യാ റസൂലല്ലാഹ്. അമ്ര നിങ്ങളെ വല്ലാതെ ഇഷ്ടം വെക്കുന്നുണ്ട്. അമ്ര വരുന്നത് യുദ്ധം ചെയ്ത് വിജയിച്ചിട്ടതിൽ നിന്നുള്ള മുതൽ ശേഖരിക്കാനല്ല. അമ്ര നിങ്ങളോടുള്ള അടക്കാൻ കഴിയാത്ത പ്രണയമാണ്, ഇഷ്ടമാണ്, ഇഷ്കാണ്, മഹബത്താണ്. അമ്രുൽ ജമൂ തങ്ങൾ വരാനുണ്ടായ കാരണം തടയണ്ട. അപ്പൊ മുത്തുനബി പറഞ്ഞു, മക്കളെ നിങ്ങളാരും തടയണ്ട, അമ്രിനെ വല്ലാതെ ഇഷ്ടം വെക്കുന്നുണ്ട്, അമ്ര പോന്നോട്ടെ. അങ്ങനെ പോരാൻ വേണ്ടി അമ്ര പോരാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സമയത്തിലാണ് ഒരു ശബ്ദം കേൾക്കുക. മുത്തുനബി തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, അല്ല ജിബ്രീലേ, എവിടെന്നാ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നത്? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അമ്ര യുദ്ധത്തിന് വരും. രണഭൂമിയിൽ വെച്ചുകൊണ്ട് അമൃതങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോകും. ആ അമൃതങ്ങളുടെ വളഞ്ഞ കാലുണ്ടല്ലോ, സ്വർഗലോകത്തിലൂടെ നടന്നു പോകുന്ന ശബ്ദമാണ് യാ റസൂലല്ലാഹ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് മഹാനാകുന്ന സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബാ നബി തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അവരിങ്ങനെ സ്വർഗത്തിലൂടെ നടന്നു പോകുന്ന ശബ്ദമാണ് അവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞതുപോലെ ഉഹദ് രണഭൂമിയിലേക്ക് സ്വഹാബത്ത് കടന്നു ചെന്നു. അവിടെ നിന്ന് വെച്ചുകൊണ്ട് യുദ്ധം നടക്കുന്ന സമയത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ അംർ ഇബ്നുൽ ജമൂ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോകുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞല്ലോ, സ്വഹാബ, സ്വർഗത്തിലേക്ക് കടക്കുന്ന മനുഷ്യന്മാരെ നിങ്ങൾ കാണാൻ കൊതിയുണ്ടോ, കാണാൻ പൂതിയുണ്ടോ? എന്നാൽ അംർ ഇബ്നുൽ ജമൂ തങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കണം. അംർ സ്വർഗത്തിലാണ്. അംറന്നെ വല്ലാതെ ഇഷ്ടം വെച്ച് പോയ സ്വഹാബിയാണെന്ന് ഹബീബായ റസൂലുള്ളാഹ്. നോക്കിക്കോ, അംർ സ്വർഗത്തിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അമൃതങ്ങളുടെ യുദ്ധത്തിൽ ഷഹീദായി മഹാനവറുകളെ മറവ് ചെയ്യൽ കർമ്മം നടന്നത് എങ്ങനെയാണെന്നറിയോ? ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പാന്റെ കൂടെയാണ് അംർ ഇബ്നുൽ ജമൂ തങ്ങളെ മറവ് ചെയ്തിട്ടുള്ളത്. ഉഹദിൽ അങ്ങനെ കുറെ നടന്നിട്ടുണ്ട്. രണ്ടുപേരെ ഒരു ഖബറിൽ മറവ് ചെയ്തിട്ട ഒരുപാട് ആളുകൾ അങ്ങനെ ഉണ്ട്. അങ്ങനെ അംർ ഇബ്നുൽ ജമൂ തങ്ങളുടെ ജനാസ അവിടെ മറവ് ചെയ്തു. ജാബിർ തങ്ങളുടെ വാപ്പാന്റെ ജനാസയും ഒരു ഖബറിലാണ് മറവ് ചെയ്തത്. അങ്ങനെ പിന്നെ 6 മാസം ജാബിർ തങ്ങളുടെ വാപ്പാനി അംർ ഇബ്നുൽ ജമൂ തങ്ങൾ ഒരു ഖബറിൽ മറിയാൻ കാരണം ജാബിർ തങ്ങളുടെ വാപ്പ കടലുള്ള ആളായിരുന്നു. അപ്പം ഈ ഒറ്റക്കൊരു ഖബർ വയ്ക്കാൻ കഴിയില്ല. അപ്പം രണ്ടുപേരും ഒരു ഖബറിൽ മറയതു. 6 മാസം കഴിഞ്ഞപ്പോൾ ജാബിർ തങ്ങളുടെ വാപ്പാന്റെ കടക്ക വീട്ടി. ജാബിർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, എൻ്റെ വാപ്പാന്റെ ഖബർ ഞാനൊന്ന് മാറ്റി മറയട്ടെ. മുത്തുനബി സമ്മതം കൊടുത്തു. ഉഹദിൽ രണ്ടുപേരുടെയും ജനാസ മറവ് ചെയ്ത ഖബർ ജാബിർ മാന്തി നോക്കുന്ന സമയത്തിൽ രണ്ടുപേർക്കും ഒരു കേടും വന്നിട്ടില്ല. ആ മുടന്തനായ അംർ ഇബ്നുൽ ജമൂ തങ്ങളുടെ മുടന്തുള്ള കാലുമായി ഖബറിൽ ഇങ്ങനെ കിടക്കുകയാണ്, വടഞ്ഞു കൂടിയിട്ട്. പാവം, എന്തേ പീന് മാത്രം ചെയ്തു. ഹിജ്റയുടെ 3-ാമത്തെ കൊല്ലാണ് ആ യുദ്ധം നടന്നത്. എന്തേ പീന് മാത്രം ചെയ്തു? ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം, ഇഷ്ടം. സ്വാദിഖ് എന്നൊരാളെ ഒരു പെണ്ണുങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എയർപോർട്ടിലേക്ക് പോകാനുണ്ടല്ലോ. ആ സ്വാദിഖിൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫാണ്. എവിടെയുണ്ടെങ്കിലും നമ്മുടെ കൗണ്ടറുമായി ബന്ധപ്പെടുക. കൗണ്ടറിൽ ആ പെണ്ണായിട്ട് ബന്ധപ്പെട്ട കൗണ്ടറായിട്ട് ആരെ എവിടെ ഉള്ളതെന്നുള്ള കമ്മിറ്റിക്കാർക്ക് എല്ലാവരും എഴുന്നേറ്റുന്നേ. അല്ല, ഇനി ആ സംശയം അങ്ങ് നീണ്ടു, എനിക്ക് അവിടെ എത്തൂല.
മുഅ്മിനീങ്ങളെ ദുആ ചെയ്യാൻ വേണ്ടി പോവാണ്. പുറത്തുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങിക്കോളൂ. ഒന്ന് തൗബ ചെയ്ത് കസേര വേണമെങ്കിലൊന്ന് അങ്ങനെ മാറ്റിവെക്കാം. പടച്ചോനെ നീ ബറക്കത്ത് നൽകണേ റബ്ബേ. ബാക്കിലുള്ളവരൊക്കെ ഒന്ന് അടുത്തേക്ക് നിന്നോളൂ. പുറത്ത് നിൽക്കുന്നവരൊക്കെ ഒന്ന് ഇങ്ങോട്ട് വന്നോളൂ. ലൈറ്റുകളൊക്കെ ഓഫാക്കാൻ പോവുകയാണ്. സഹോദരിമാരുടെ ഭാഗത്തുള്ള ലൈറ്റ് അവിടെ നിന്നോട്ടെ. സഹോദരന്മാരുടെ ഭാഗത്തുള്ള മുഴുവൻ ലൈറ്റുകളും ഓഫ് ചെയ്യണം. കസേര വേണമെങ്കിലൊന്ന് ചെറുങ്ങനെ നട്ടി വെച്ചോളൂ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റബ്ബേ, നീ ഖബൂൽ ചെയ്യണേ റബ്ബേ. അല്ലാഹു ഞങ്ങളുടെ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാഹ്. പക്ഷേ നീ ഇഷ്ടപ്പെടണേ അല്ലാഹ്. ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ നീക്കി സലാമത്ത് നൽകണേ റബ്ബേ. ലൈറ്റുകളൊക്കെ ഓഫാക്കിയാളേ. ഇല്ല, ലൈറ്റ് ഓഫ് ചെയ്താണ്. ആ മിന്നുന്ന ലൈറ്റൊക്കെ ഓഫാക്കിയാളേ. ബിസ്മില്ലാഹ്. പുറത്തുള്ളവരൊക്കെ ഉള്ളോട്ട് പോരൂ. ഇൻഷാ അല്ലാഹ് നമ്മുടെ തൗബയിലേക്ക് കടക്കാൻ. പടച്ചോനെ നീ സ്വീകരിക്കണേ റബ്ബേ, നീ ഖബൂൽ ചെയ്യണേ റബ്ബേ. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ. മനസ്സറിഞ്ഞ് ചൊല്ലണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹ്. ലൈറ്റൊക്കെ ഓഫ് ചെയ്യില്ല. ലൈറ്റ് ഓഫ് ചെയ്ത ഈ മിന്നുന്നതൊക്കെ ലൈറ്റൊക്കെ ഓഫ് ചെയ്യണേ. മിന്നുന്ന ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്യണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മനസ്സറിഞ്ഞ് തൗബ ചെയ്യണേ. വളരെ പവിത്രതയുള്ള രാവിലാണെന്ന് ചിന്തിക്കുക. മഹാന്മാർ സദസ്സിലുള്ള സദസ്സാണെന്ന് മനസ്സിലാക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അൽ ഖദീം അൽ കരീം അർ റഹീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ അദ്നബ്തുഹു അംദൻ ഔ ഖത്അൻ ഔ സിർറൻ ഔ അലാനിയ